പുതിയ ഇൻവെസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള തീംസ് വരുമ്പോഴും യു നീഡ് നോട്ട് പിക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്സ്. യു ക്യാൻ ഈവൻ ഗോ ഇൻ ഫോർ സെക്ടോറൽ ഫണ്ട്സ്. താഴെ പോവോ, താഴെ കിടക്കുവോ, ഒരിക്കലുമില്ല, തിരിച്ചു കയറും, ഉറപ്പല്ലേ തിരിച്ചു കയറും എന്നുള്ളത്. അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് ആ ലോങ് ടേം വിഷൻ നമുക്ക് വേണം എന്നുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ സ്റ്റേ അവേ ചെയ്യുന്നവരെ എല്ലാ പീരീഡിലും സ്റ്റേ അവേ ചെയ്തവരാണ്, റിഗ്രറ്റ് ചെയ്തവരുമാണ്. ഫിയർ ആൻഡ് ഗ്രീഡ് എന്നാണല്ലോ രണ്ട് ഇമോഷൻസ് നമ്മൾ പറയാം, അവിടെ ഉണ്ടാവരുത് എന്ന് ഞാൻ പറയാം. ഒരു എക്സ്ട്രീം എന്റെ പൈസ മൊത്തത്തിൽ അങ്ങോട്ട് പോവോ എന്നുള്ള പേടി, ഒരു എക്സ്ട്രീമില് ഞാൻ ഇപ്പൊ പൈസ ഇട്ടാൽ എനിക്ക് നാളെ ഡബിൾ ആവോ എന്നുള്ള ഒരു ഗ്രീഡ്. അതുകൊണ്ടാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിലെ പൈസ ഇടുന്നത്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് പൈസ പുറത്തെടുക്കാനാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഞാൻ പറയും, പല ആളുകളെയും കാണുമ്പോൾ നിങ്ങളൊക്കെ ഒരു പാവപ്പെട്ട പണക്കാരാന്ന് ഞാൻ അവരോട് തന്നെ പറയും. കുറെ സ്വത്തുണ്ട്, കയ്യില് കാശ്. ഇതാണ് സ്ഥിതി. കടം എന്ന് പറയുന്നത് തീയാണെന്ന് പറയുന്നത്. അതിനെ ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് നല്ലത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ വിഴുങ്ങും എന്നുള്ള, നമ്മളെ തന്നെ അത് കരിച്ചു കളയും എന്നുള്ളതാണ്. പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അത് വേണം എന്നുള്ളതാണ്. ഓക്കെ, പലരുടെയും മനസ്സിൽ ഞാനിങ്ങനെയൊക്കെ ജീവിച്ചു പോകണ്ടല്ലോ, അതൊക്കെ എന്തിനാ ഇത്ര വലിയ സംഭവം, എന്ത് ഫൈനാൻസ്, എന്ത് പ്ലാനിങ്, അതൊക്കെ ഇങ്ങനെ പൊക്കോളും, അതൊക്കെ വരണ്ടിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. And you tick your box. If 1 crore can cover all these boxes and you are paying this amount, ഒരു വർഷത്താല് നിങ്ങൾ അത് അടച്ചു കഴിഞ്ഞാൽ, you tick that box and you finish it. You are done with your life insurance. ഹലോ എവ്രി വൺ, ഗ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, പേഴ്സണൽ ഫിനാൻസ് എന്നീ മേഖലകളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്ന നമ്മുടെ ഷോ മണി ഗൈഡിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നിങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞാൻ ലിജിൽ ലക്ഷ്മൺ, ഈ ഷോയുടെ ഹോസ്റ്റാണ്. ഞാൻ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം മറ്റൊന്നുമല്ല, നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് എന്നുണ്ട്. നമ്മളോടൊപ്പം ഇന്നുള്ളത് ആഥ ഫിനാൻഷ്യൽ സർവീസിന്റെ ഫൗണ്ടറായ ഉത്തര രാമകൃഷ്ണൻ ആണ്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് സർട്ടിഫൈ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. കൂടാതെ ഫിനാൻഷ്യലും ഇൻവെസ്റ്റ്മെന്റിലും 25 വർഷത്തിലധികം എക്സ്പീരിയൻസും ഉണ്ട്. നോട്ട് ജസ്റ്റ് ദാറ്റ്, മാം ഹാസ് നോട്ട് ഓൺലി മാസ്റ്റേർഡ് ആർട്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിംഗ്, അത് വളരെ പാഷനേറ്റ് ആയിട്ട് നമുക്ക് ഷെയറും ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഫിനാൻസിന്റെ കോംപ്ലക്സ് ആയ വേൾഡ് ഈസി ആക്കാനായിട്ട് മാം നിരവധി സെമിനാർസും ഇൻവെസ്റ്റ്മെന്റ് എഡ്യൂക്കേഷൻ സെഷൻസും ഒക്കെ നടത്തുന്നുണ്ട്. അത് വളരെ പോപ്പുലറുമാണ്. ലെറ്റ്സ് ഗിവ് എ വാം വെൽക്കം ടു മണി ഗൈഡ്. ഹായ് ഉത്തര മാം, വെൽക്കം ടു മണി ഗൈഡ്. ഹലോ ലിജിൽ, ഗുഡ് ടു ബി ഹിയർ. മാം, എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാമിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റീൽ കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. റീലിൽ ഇങ്ങനെ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് വൈ SIP ഫോർ ഓൾ. ആൻഡ് ഒരു പുതിയ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം SIP അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുന്നത്. പക്ഷേ SIPനെ ചുറ്റിപ്പറ്റി നമുക്ക് ഒരുപാട് മിത്സ് ഉണ്ട്. ലൈക്ക് SIP ഒരു ലംസം ഇൻവെസ്റ്റ്മെന്റിനെക്കാളും കുറവ് റിട്ടേൺ ആണോ കൊടുക്കുന്നത്? ഇത് ലോങ് ടേം ഗോളിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണോ? അതോ ഇത് ചെറിയ ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ പറ്റുള്ളൂ, അത് വലിയ ഇൻവെസ്റ്റേഴ്സിന് പറ്റില്ല? പിന്നെ മാർക്കറ്റ് താഴത്തേക്ക് പോകുന്ന സമയത്ത് SIP ഒരു മോശം ഇൻവെസ്റ്റ്മെന്റ് ടൂൾ ആണ്. ഇങ്ങനെ ഒരുപാട് മിത്സ് നമുക്ക് അസോസിയേറ്റ് ചെയ്യുന്നു. ഇതൊന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഡീമിസ്റ്റിഫൈ ചെയ്തിട്ട് ഒന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് മാം പറഞ്ഞു തരാമോ? ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ 100% വിശ്വസിക്കുന്നു. SIP ഈസ് ഫോർ ഓൾ. ഓക്കെ, അപ്പൊ അതില് 4 കാര്യങ്ങളാണ് ഇപ്പൊ ലിജിലിനോട് ചോദിച്ചത്. ഒന്ന്, ലംസം ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ SIP റിട്ടേൺസ് കുറയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഷോർട്ട് ടേമില് ദാറ്റ് ക്യാൻ ഹാപ്പൻ, മീനിങ് ദാറ്റ് ഇപ്പൊ നമുക്കിപ്പോ ഒബ്വിയസ് ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഒരു സ്ട്രേറ്റ് ലൈനിൽ കയറുന്ന ഒരു മാർക്കറ്റ് ഒരു പീരിയഡിൽ എടുത്താല് നിങ്ങളൊരു ലംസം ഇട്ടിരുന്നെങ്കിൽ you would have got better returns than an SIP because the amounts come in installments. But think about a scenario, ചിലപ്പോൾ ഒരു 2 കൊല്ലത്തെ പീരീഡിലെ മാർക്കറ്റ് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി തിരിച്ച് അവിടെ തന്നെ കയറി എത്തി. നിങ്ങളുടെ ലംസം ഇൻവെസ്റ്റ്മെന്റ് എവിടെ എത്തിയിട്ടുണ്ടാവില്ല. യുവർ SIP would have given you better returns. അപ്പം ഷോർട്ട് ടേമിൽ this can vary, but in the long term we should only worry about our fund availability. നമ്മുടെ അടുത്ത് ലംസമായിട്ട് ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ലംസം ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരു 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതിൽ ഒന്നും ആലോചിക്കാനില്ല. പിന്നെ പക്ഷെ ഫണ്ട് അവൈലബിലിറ്റി മാസം സാലറിയുടെ ഒരാളെ സംബന്ധിച്ച് ലംസം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. കയ്യിൽ പൈസ വരണതിനനുസരിച്ചിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് ഐദർ ഓർ. ഐ ഫീൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് എല്ലാ മാസവും നമ്മൾ SIPയും ചെയ്യാം, ലംസം വരുന്ന സമയത്ത് അതിലേക്ക് ആഡ് ഓണും ചെയ്യാം. സോ ഇറ്റ് ഷുഡ് ബി ബോത്ത് ടുഗെദർ ടേക്കൺ ഫോർവേഡ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത് ചോദിച്ച ചോദ്യം, ഇസ് ഇറ്റ് ഓൺലി ഫോർ ലോങ് ടേം എന്നുള്ളത്. നോ, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ലോങ് ടേം. യു കൻ ഓൾസോ യൂസ് SIP ഫോർ യുവർ ഷോർട്ട് ടേം ഗോൾസ്. ബട്ട് ഷോർട്ട് ടേം ഗോൾസ് യൂസ് ചെയ്യേണ്ട ഡെറ്റ് ഫണ്ട്സ് ആണ്, ഈക്വിറ്റി ഫണ്ട്സ് അല്ല. അത് ഈക്വിറ്റി ഫണ്ട്സ് ഒരു ഭാഗ്യപരീക്ഷണമാണ്, വിച്ച് ഐ വിൽ നെവർ അഡ്വൈസ്. Ideally suited for goals like
എക്സാമ്പിളിന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ഹോളിഡേ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഫാമിലിക്ക് ഒരു ജസ്റ്റ് ഉദാഹരണത്തിന് പറഞ്ഞ ഒരു 50,000 രൂപ നമുക്ക് വർഷത്താൽ ഒരു ഹോളിഡേ പോകണം. മാസം ഒരു 4,000 രൂപ ഡെറ്റ് ഫണ്ടിൽ ഇട്ടാൽ ഏകദേശം നമുക്ക് അവിടെ എത്താലോ അല്ലെ. അപ്പൊ നമ്മൾ FD ഇട്ടിട്ട് FD മെച്ചുവർ ആവുമ്പോ ഹോളിഡേ പോവാ, ഇറ്റ് ഡസന്റ് വർക്ക് ദാറ്റ് വേ. നമുക്ക് ഹോളിഡേ പോവാൻ തോന്നുമ്പോ നമ്മുടെ കയ്യിൽ പൈസ വേണം. അതിന് ഡെറ്റ് ഫണ്ട്സ് ആണ് ഏറ്റവും നല്ലത്. അതുപോലെ വല്ല കോളേജ് ഫീസ് കൊടുക്കാനോ ഇതൊക്കെ എല്ലാ കൊല്ലവും അല്ലെങ്കിൽ 1-2 വർഷം കൂടുമ്പോൾ വേണമെന്ന് അറിയുന്ന കേസസിൽ ഷോർട്ട് ടേം SIP is also work. You can also use it for medium term 3 to 5 year period like hybrid funds. നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യാം. So it is actually meant for all time frames. മൂന്നാമതായിട്ട് ചോദിച്ചത് ഇത് സ്മോൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി മാത്രമാണോ? ഒരിക്കലും അല്ല. I've seen clients, I mean we have clients who starting from 500 rupees മാസം 5 ലക്ഷം രൂപ SIP ഇടുന്നവരെ നമുക്ക് ക്ലയൻസ് ഉണ്ട്. എല്ലാവർക്കും ഒരേ റിട്ടേൺ അല്ലേ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ 12 to 15% റിട്ടേൺസ് കോമ്പൗണ്ടഡ് കിട്ടുക എന്ന് പറയുമ്പോൾ that works for all amounts, and this is a fabulous return considering all various factors like ഫ്ലെക്സിബിലിറ്റിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എമൗണ്ട് മാറ്റാം, എപ്പോൾ വേണമെങ്കിൽ പൈസ എടുക്കാം. ഇത്രയും ഫ്ലെക്സിബിലിറ്റിയോട് കൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന വേറെ ഏത് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്? ഇറ്റ് ഈസ് ഫോർ എവറിബഡി, നോട്ട് ജസ്റ്റ് ഫോർ സ്മോൾ ഇൻവെസ്റ്റേഴ്സ്. നാലാമതായിട്ട് നിങ്ങൾ ചോദിച്ചത് മാർക്കറ്റ് ഫോളിൽ എന്താണെന്നുള്ളത്. മാർക്കറ്റ് ഫോളിൽ SIP ചെയ്താലല്ലേ SIP വർക്ക് ആവുള്ളൂ. ദ വെരി ഐഡിയ ഓഫ് ഓർ ഐ വിൽ സേ SIPയുടെ സക്സസിന്റെ റീസൺ തന്നെ നമ്മൾ എല്ലാ ഫോളിലൂടെയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ള. മറ്റത് നമ്മൾ ആലോചിച്ച് നിൽക്കും, ഇറങ്ങുമ്പോ നോക്കാം, ഇനി കുറച്ചും കൂടി ഇറങ്ങട്ടെ എന്നിട്ട് വാങ്ങാം. ഇതിപ്പോ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ മാർക്കറ്റ് ബോട്ടം അടിച്ച് തിരിച്ച് കയറുന്നതൊക്കെ. അപ്പൊ SIP ചെയ്യുമ്പോൾ എല്ലാ ലെവൽസിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുള്ളത് ഒന്നും മാർക്കറ്റിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നവർക്കൊക്കെ നല്ല റിട്ടേൺസ് കിട്ടും. ഒരുപാട് ആലോചിച്ച് ഇങ്ങനെ തീരുമാനം എടുക്കുന്നവരൊക്കെ പലപ്പോഴും നോക്കി അവിടെ ഇരിക്കും. ഇതാണ് സംഭവിക്കുക. ഓക്കെ, സോ മാർക്കറ്റ് ഫോൾ ഒരിക്കലും SIP സ്റ്റോപ്പ് ചെയ്യരുത്. ദാറ്റ്സ് ദ ടൈം യു ഷുഡ് കണ്ടിന്യൂ. ഒരു റിയൽ SIP is for all എന്നുള്ളൊരു അപ്രോച്ച് തന്നെയാണ് നമ്മൾ SIP എടുക്കേണ്ടതെന്ന് തോന്നുന്നു. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. യെസ് മാം ഇപ്പൊ ആക്ച്വലി ഒരു 25 ഇയേഴ്സോളമായി ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്നത്, വിച്ച് മീൻസ് മാം ഇതിന്റെ ഹൈസും ലോസും എല്ലാ ഒരു ടെർമോയിൽ പീരീഡിലൂടെയും കൂടെ പോയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇത്രയും കാലം മാർക്കറ്റിലോ അല്ലെങ്കിൽ ഫിനാൻസ് ഇൻഡസ്ട്രിയിലോ ഇരിക്കുന്ന സമയത്ത് പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും മാം സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മാം ജനറലി ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് മാമിന്റെ അപ്രോച്ച് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ്, ഇത്രയും കാലം ഈ ഇൻഡസ്ട്രിയിൽ ഇരുന്നതുകൊണ്ട് തന്നെ. മാം എങ്ങനെയാണ് ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടോ പിക്ക് ചെയ്യുന്നത്? എന്താണ് മാം ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സ് ഇതിന് വേണ്ടിയിട്ട്? ഇതിനെ രണ്ടാക്കി തിരിക്കാം. ഒന്ന് സ്റ്റോക്സ് എന്നുള്ളതാണ്. അപ്പം തുടക്കത്തിലേക്ക് ലിജിൽ പറഞ്ഞ പോലെ ഞാനിപ്പോ 27ാമത്തെ വർഷമാണ് ഞാൻ ഈ ഫീൽഡില്. അൺഫോർച്ചുനേറ്റ്ലി ഫോർ മീ തുടക്കത്തിലൊക്കെ ആളുകളോട് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കും ഇതിനെ കുറിച്ച് വലിയ ബോധ്യമില്ല. കാരണം അന്ന് ഇൻഡസ്ട്രി ഇവോൾവ് ആയി വരുന്നേ ഉള്ളൂ. സോ വി ഡോണ്ട് ഹാവ് എനി സ്റ്റാറ്റിസ്റ്റിക്സ് ടു ഗോ ബൈ. നമുക്ക് ഇപ്പൊ ഇന്ന് നമുക്ക് പറയാം കഴിഞ്ഞ 25 കൊല്ലത്തെ റിട്ടേൺസ് കാണിച്ചു കൊടുക്കുമ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടെ കൺവിക്ഷൻ ഉണ്ടാവും. അന്ന് നമുക്ക് പറയാനില്ല അമേരിക്കയിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എന്റെ കരിയറിലെ സ്റ്റാർട്ടിങ്ങിലൊന്നും എനിക്ക് ആ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളത് എനിക്ക് വലിയൊരു സങ്കടമുള്ള ഒരു കാര്യം. അപ്പൊ അന്നൊക്കെ എല്ലാവരും സ്റ്റോക്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ഇല്ല. വി ഡിഡ്ന്റ് ഹാവ് ആൻ ഓപ്ഷൻ. സോ സ്റ്റോക്സിൽ പറയുമ്പോൾ ഞാൻ എന്നും ഒരു വളരെ കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണ്. ഞാൻ ആരെന്നോട് ചോദിച്ചാലും ഞാൻ അങ്ങനെ പറയാറുള്ളൂ. വളരെ ലാർജ് ക്യാപ് ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് തന്നെയാണ് ഒരു 60% ഓഫ് മൈ പോർട്ട്ഫോളിയോ, 60-70% ഓഫ് മൈ പോർട്ട്ഫോളിയോ. ഓൾസോ ഹൂഎവർ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നതും അങ്ങനത്തെ തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഞാനൊരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ അല്ല. ഞാൻ അങ്ങനെ ഒരു സജഷൻ പറയാനായിട്ട് ഞാൻ ആരുടെ അടുത്തുനിന്നും ഫീസ് വാങ്ങാറുമില്ല. അഭിപ്രായം ചോദിച്ചാൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ generally speaking, I believe in a diversified stock portfolio across different sectors. And based on some scenarios or developments in the economy, ചില സെക്ടേഴ്സിലേക്ക് കൂടുതൽ എക്സ്പോഷർ അപ്പപ്പോ ടൈംലി മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ മൊത്തത്തില് ഇപ്പൊ ഇനി അടുത്ത ഒരു 2 കൊല്ലം കയറാൻ പോകുന്നത് ഈ സെക്ടറാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ പോർട്ട്ഫോളിയോയിൽ ഒരു 50-60% ആ സെക്ടറിലേക്ക് ഒരു എക്സ്പോഷർ എടുക്കുക, അങ്ങനെയുള്ള ഒരു ഹൈ റിസ്ക് ഞാൻ ചെയ്യാറില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യാറുമില്ല. ഇറ്റ് ഈസ് ജനറലി എ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ. ആൻഡ് ഈ ഒരു സെഗ്മെന്റ്സിലേക്ക് പോകുമ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്ന ചില റിസർച്ചസ് ഉണ്ടല്ലോ. ആൻഡ്
some gut feelings also. Okay, ഇപ്പൊ എക്സാമ്പിളിന് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ ഓൺ ദ ഗ്രൗണ്ട് റിയാലിറ്റി വെച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ചില ഐഡിയാസ് ഒക്കെ വരിക. അപ്പൊ കോവിഡ് കഴിഞ്ഞതിന് ശേഷം സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് കുറഞ്ഞു. പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് എവരിബഡി പ്രിഫേഴ്സ് ടു ഹാവ് ദെയർ ഓൺ വെഹിക്കിൾ, അല്ലെ? അതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ റോഡിലൊക്കെ വണ്ടികളുടെ എണ്ണം കൂടി. ഓൾദോ കേരള പോപ്പുലേഷൻ കാര്യമായിട്ട് കൂടുന്നില്ലെങ്കിലും ഇപ്പൊ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇത് എന്തായാലും ഭൂമി ഇതേ പറ്റൂ എന്നുള്ളത് വളരെ ഒരു ഓബ്വിയസ് ഒരു തോട്ടായിട്ട് തോന്നിയിരുന്നു എനിക്ക്. ഓക്കെ, കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ അപ്പൊ ഞാൻ കാര്യമായിട്ട് ആ ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ എക്സ്പോഷർ കൂട്ടി, അല്ലെ? പുറത്തിറങ്ങിയ റോഡിൽ ട്രാഫിക് ബ്ലോക്കുകൾ കൂടി വരികയാണ്. ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടോ? ഇല്ല. സോ നമ്മൾ ഇപ്പോഴും ഒരു പെർ ഹെഡ് ഒരു കാറിന്റെ എണ്ണം നോക്കിയാൽ വി ആർ വേ ബിഹൈൻഡ് ചൈന ആൻഡ് ഓൾ ദാറ്റ്. സോ വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. സോ അപ്പൊ ഞാൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു എക്സ്പോഷർ കൂട്ടാൻ തീരുമാനിച്ചു. അതിലും ഞാൻ പല പുതിയ ഇൻവെസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള തീംസ് വരുമ്പോഴും യു നീഡ് നോട്ട് പിക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്സ്. യു ക്യാൻ ഈവൻ ഗോ ഇൻ ഫോർ സെക്ടോറൽ ഫണ്ട്സ്. ഓട്ടോമൊബൈലിൽ മാത്രം ചെയ്യുന്ന ഫണ്ട്സ് ഉണ്ട്. ഇപ്പൊ ബാങ്കിങ് കുറെ നാളായിട്ട് അത്ര അണ്ടർ പെർഫോം ചെയ്ത് കിടക്കുകയാണ്. ഇഫ് യു തിങ്ക് സംതിങ് ഇസ് ഗോയിങ് അപ്പ്, യു നീഡ് നോട്ട് സ്പെസിഫിക്കലി പിക്ക് 1 or 2 banks. You can go in for a banking sectoral mutual fund. That is also possible. Leave it to the experts. I feel നമ്മൾ ഈ സ്വന്തമായിട്ട് ഇതിൽ പല തീരുമാനങ്ങൾ എടുത്ത് ഓരോ കമ്പനി പിക്ക് ചെയ്യുന്നതിനേക്കാളും it is better to leave it to the experts. Even mutual funds, I feel, go across different sectors, large, mid, small, because പല സൈക്കിൾസിലും മാറിയാ കയറുക. ഒരു സൈക്കിളിൽ സ്മോൾ ക്യാപ്പ് കയറും, പിന്നെ കയറുമ്പോൾ ലാർജ് ക്യാപ്പ് ആയിരിക്കും കയറുക. സോ വി ഷുഡ് ഹാവ് എവറിത്തിങ്. ഇടയ്ക്ക് കുറച്ച് വേണമെങ്കിൽ എക്സ്പോഷർ കൂട്ടാം എന്നല്ലാതെ, ആൻഡ് ലിറ്റിൽ ബിറ്റ് ഈ തീംസിനനുസരിച്ചിട്ട് മേ ബി വി ക്യാൻ ഗോ ഇൻ ടു കുറച്ചൊക്കെ ഒരു സെക്ടറൽ ഫണ്ട്സിലേക്ക് എടുത്തിട്ട് നമുക്ക് ആ തീംസ് മാറ്റാം. ദാറ്റ് സ്മോൾ പാർട്ട് ഓഫ് യുവർ പോർട്ട്ഫോളിയോ. അങ്ങനെ വളരെ കൺസർവേറ്റീവ് ആയിട്ട് മാത്രമേ ഞാൻ പോവാറുള്ളൂ. പിന്നെ പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം ചോദിച്ചു ലിജില്. പുതിയതെന്ന് മാത്രമല്ല, പഴയ ഇൻവെസ്റ്റേഴ്സിന് പോലും ഞാൻ വിശ്വസിക്കുന്നത് ഭൂരിഭാഗം ആളുകളും സ്വന്തം പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ അവർക്ക് റിട്ടേൺസ് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് അവർ നോക്കുന്നുമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് അതാണ്, നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഒക്കെ കൊണ്ടുനടക്കണൊക്കെ നല്ലത് തന്നെ. റിട്ടേൺസിന് വേണ്ടിയിട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവര് ചെയ്യുന്ന അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് പൈസ കൊടുക്കുക. ഒന്നും അറിയേണ്ട, അവര് നോക്കിക്കോളും. എന്തിനാണ് വെറുതെ നമ്മൾ സമയം കളഞ്ഞ് എഫേർട്ടും എടുത്ത് ടെൻഷനും എടുത്ത് ഇതിന്റെയൊക്കെ ഒരു ആവശ്യമില്ല. ലീവ് ഇറ്റ് ടു ദി എക്സ്പെർട്സ് ഇസ് മൈ വെരി സ്ട്രോങ് സജഷൻ ടു ഇൻവെസ്റ്റേഴ്സ്. ഡൈവേഴ്സിഫൈ ചെയ്യാന്നുള്ളതാണല്ലേ കുറച്ചുകൂടെ നല്ല കാര്യം. പ്ലസ് ഡൈവേഴ്സിഫിക്കേഷൻ, യെസ്, ബിക്കോസ് മാറിയിട്ടാണ് വരിക. സെക്ടേഴ്സ് മാറി വരും. സെഗ്മെന്റ്സ് പല സെഗ്മെന്റ്സ് ഓഫ് ദ മാർക്കറ്റും ഓവർ പീരീഡ് ഓഫ് ടൈം 15 കൊല്ലം കഴിയുമ്പോൾ ഒക്കെ പതുക്കെ കയറിക്കോളും. അത് വെച്ചിട്ട് എല്ലാം ഒരു സെക്ടറിലേക്ക് പോകുന്നതൊക്കെ ഭയങ്കര റിസ്ക് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് റിസ്ക് ആപ്പിറ്റൈറ്റ് ഓൾസോ കേട്ടോ. ചിലർ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, പക്ഷെ ആസ് എൻ അഡ്വൈസർ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതാണ് മാം. എനിക്ക് നമ്മള് we discussed about approach towards സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടും. ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരാള് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര പേടിയോടുകൂടി ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. കാരണം മാർക്കറ്റ് ഓൾറെഡി ഓൾ ടൈം ഹൈയിലിരിക്കുക. സെൻസെക്സ് 70,000 മുകളിൽ പോകുന്നു, നിഫ്റ്റി ഹസ് ക്രോസ് 21,000. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യൂവേഴ്സിലെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇപ്പൊ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, ഞാനിത് ഇൻവെസ്റ്റ് ചെയ്യണോ? കാരണം മാർക്കറ്റ് ഓൾറെഡി പീക്ക് ആയിരിക്കുവാണ്. ഇനി സ്റ്റോക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സോ ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇനി ഇത് ഫർദർ ഗ്രോ ചെയ്യുമോ, അതോ ലൈക്ക് ഞാനിത് ഇപ്പൊ സെൽ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണോ? മാമിന്റെ ഒരു തോട്ട് പ്രോസസ് എന്താണ്, കൺസിഡറിംഗ് ദാറ്റ് വി ഹാവ് പീക്ഡ് ഇൻ ദ മാർക്കറ്റ്? ഓൾസോ ഒരു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആസ് എ ഹോൾ എന്താണ് മാമിന്റെ ഒരു ഔട്ട്ലുക്ക് ഫോർ ദ ഫ്യൂച്ചർ? ഈ മാർക്കറ്റ് ന്യൂ ഹൈ അടിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഫിനോമിന അല്ലേ? ന്യൂ ഹൈ അടിക്കണ്ടേ? ഞാൻ പറയുന്ന ഒരു കുട്ടി വളർന്നു വരുമ്പോ അയ്യോ പൊക്കം വെച്ചു എന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ട്. പൊക്കം വെക്കണ്ടേ? ദാറ്റ് ഈസ് ദ നാച്ചുറൽ ഗ്രോത്ത് ഓഫ് ദ മാർക്കറ്റ് അല്ലേ? നൗ വെൻ വി സേ what can we expect from an equity market? വളരെ ബേസിക് ആയിട്ട്, ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ഡിഫിക്കൾട്ട് എന്തെങ്കിലും കോൺസെപ്റ്റ്സിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല. We say generally we can get 12 to 15% compounded returns from long-term equity investment. അതാണല്ലോ നമ്മൾ സാധാരണ പറയാം. That's what we have seen. Okay. Correct. Yes. What is 12% compounded? 6 years doubling. ഇന്ന് ഒരു പൈസ ഇട്ടാൽ 6 കൊല്ലം കൊണ്ട് ഡബിൾ ആവും എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 6 കൊല്ലം കൊണ്ട് ഡബിൾ ആവും. അപ്പൊ പിന്നെ ഇൻഡെക്സ് ന്യൂ ഹൈ അടിച്ചുകൊണ്ടേ ഇരിക്കണ്ടേ? ഇസ് ഇറ്റ് നോട്ട് ദ നാച്ചുറൽ പ്രോസസ് ഓർ ഫിനോമിന ദാറ്റ് ഷുഡ് ഹാപ്പൻ? 15% കോമ്പൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? 5 കൊല്ലം കൊണ്ട് ഡബിൾ ആവും. അപ്പൊ സെൻസെക്സ് ഇപ്പൊ 70,000 ഉണ്ടെങ്കിൽ
12% കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ 6 കൊല്ലം കഴിഞ്ഞാൽ ഡബിൾ ആവണല്ലോ, 1,40,000 ആവണ്ടേ, അല്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണ്, ഹൗ ഡസ് ഇറ്റ് വർക്ക്, ഇറ്റ് ഡസന്റ് വർക്ക്. സോ ദാറ്റ് ഈസ് ജസ്റ്റ് ഒരു നോർമൽ ഫിനോമിന. അതൊരു ഡിസ്കസ് ചെയ്യാൻ മാത്രം ഒരു വിഷയമായിട്ടേ എനിക്ക് തോന്നിയിട്ടില്ല. യുവർ ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻസ് ഷുഡ് നെവർ ബി ബേസ്ഡ് ഓൺ മാർക്കറ്റ് ന്യൂ ഹൈ ആണോ അല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇവിടെ വിഷയം. ഈക്വിറ്റി ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ലോങ് ടേം ഒരു ഒരു ഗോൾ ആയിരിക്കണം എന്ന് മാത്രമേ ഇവിടെ വിഷയമുള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് അടുത്ത 1-2 കൊല്ലം കൊണ്ട് പൈസ വേണമെങ്കിൽ പിന്നെ നമ്മൾ മാർക്കറ്റിൽ അത് ഷോർട്ട് ടേം ആയി നിങ്ങളുടെ ഗോള്, നിങ്ങൾ ഇട്ടത് 10 കൊല്ലത്തേക്കാണ്, ബട്ട് യു ആർ ഓൾമോസ്റ്റ് നിയറിംഗ് യുവർ ഗോൾ എന്ന് പറഞ്ഞാൽ സ്ലോലി മൂവ് ഇറ്റ് ഔട്ട് ടു ഡെറ്റ്. And when you have only 1 year for your goal, it has become absolutely a short-term goal. Then don't take a chance with equity. ഇവിടുന്ന് മാർക്കറ്റ് താഴെ പോകാൻ സാധ്യതയുണ്ടോ? ആബ്സല്യൂട്ട്ലി സാധ്യതയുണ്ട്. ഇതിപ്പോ ബട്ട് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഡൗൺ സൈഡ്സ് ആർ ടെമ്പററി, അപ് സൈഡ്സ് ആർ പെർമനന്റ്. താഴെ പോവോ? താഴെ പോവും. താഴെ കിടക്കുവോ? ഒരിക്കലും ഇല്ല, തിരിച്ചു കയറും, ഉറപ്പല്ലേ തിരിച്ചു കയറും എന്നുള്ളത്. സോ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് ആ ലോങ് ടേം വിഷൻ നമുക്ക് വേണം എന്നുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ചോദിച്ചത് ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ വാട്ട് ഡു ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇത്രയും കാലം നമുക്ക് ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി എന്നുള്ള നമ്മൾ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നുവെങ്കിലും അറ്റ് ദിസ് പോയിന്റ് ഐ എം ദ മോസ്റ്റ് ബുള്ളിഷ് അബൌട്ട് ദ ഇന്ത്യൻ എക്കോണമി എന്ന് തന്നെ പറയാം. ഐ മീൻ ലിസ്ണിംഗ് ടു ഓർ റീഡിംഗ് അബൌട്ട് ഇന്ത്യൻ എക്കോണമി ഫ്രം വേരിയസ് എന്താ പറയുക എക്കോണമിസ്റ്റ് ആൻഡ് വേരിയസ് സോഴ്സസ്, ഐ തിങ്ക് ദിസ് ലുക്സ് റിയലി ഗുഡ് ഗോയിങ് ഫോർവേഡ്. സോ എന്ന് വെച്ചിട്ട് ഐ മീൻ ദെയർ ആർ സോ മെനി ഫാക്ടേഴ്സ് അല്ലേ, നമ്മളുടെ ഒരു ഡെമോഗ്രഫി എടുത്താലും ഡെമോക്രസി എടുത്താലും നമ്മളുടെ ഡേറ്റ, ഡിജിറ്റൽ, ഐ മീൻ ഐ വിൽ സേ ലോട്ട് ഓഫ് ദീസ് ദർ, അങ്ങനെ പല 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 കാര്യങ്ങളും ഉണ്ടല്ലോ ഇവിടെ അല്ലേ. സോ ഇതൊക്കെ വെച്ച് നോക്കിയാലും ഐ തിങ്ക് ഇന്ത്യൻ എക്കോണമി ഈസ് ലുക്കിംഗ് വെരി വെരി പ്രോമിസിങ്. ബട്ട് ആസ് ഫാർ ആസ് ഈക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഇസ് കൺസേൺ, ഇങ്ങനെ ഒരു റീസൺ ഉണ്ടായാലേ ഈക്വിറ്റിയിൽ കയറാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല. ഇങ്ങനെ ഒന്നും അല്ലാതിരുന്ന ഇന്ത്യൻ എക്കോണമിയിൽ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് നമുക്ക് 15% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏത് പീരീഡ് 12% റിട്ടേൺ കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് ഗോയിങ് ഫോർവേഡ് ഈ 15-30 ആവോ എന്ന് വെച്ചാൽ ഒരിക്കലും ആവാനും പോകുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഇനിയും കിട്ടാൻ പോകുന്നുള്ളൂ. സോ ഇക്കോണമി നല്ലതാണോ എന്ന് ചോദിച്ചാൽ വളരെ നല്ലതാണ്, ഒരു സംശയവുമില്ല. എല്ലാവരും ഒരു പോർഷൻ ഇന്ത്യൻ എക്കോണമിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അതിൽ നിന്ന് നമ്മൾ സ്വർണത്തിൽ ഇട്ടതുകൊണ്ടോ വേറെ എവിടെ ഇട്ടതുകൊണ്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈക്വിറ്റി ഇസ് ദ വേ ടു ഗോ. വൺ പാർട്ട് ഓഫ് യുവർ അസറ്റ് അലൊക്കേഷൻ ഹാസ് ടു ഗോ ഇൻ ടു ഈക്വിറ്റി. ദിസ് ഇസ് വൺ സ്ട്രോങ് പാർട്ട്. എന്തായാലും കയറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ആൻഡ് ഓക്കെ, വൺ മോർ പോയിന്റ് ഐ വിൽ സേ, ഇത്രയും കാലം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പല പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പൈസ വിറ്റ് വിറ്റ് കൊണ്ടുപോയിരുന്നു, നോട്ട് ബിക്കോസ് വി ഹാഡ് എനി ഇഷ്യൂസ്. അപ്പോഴൊക്കെ നമ്മുടെ സംഭവിച്ചത് എന്താ, കഴിഞ്ഞ 3-4 കൊല്ലത്തിനിടയിൽ ഇന്ത്യൻ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ലൈക്ക് നെവർ ബിഫോർ. അപ്പൊ അവര് വിറ്റപ്പോഴും നമ്മൾ വാങ്ങിക്കൊണ്ടേയിരുന്നു, അതുകൊണ്ട് മാർക്കറ്റ് ഇറങ്ങിയില്ല. ഇപ്പൊ അവര് തിരിച്ച് വാങ്ങാൻ തുടങ്ങിയിട്ട് നമ്മളും വാങ്ങുകയാണ്. സോ ഹൂ ഇസ് ഗോയിങ് ടു സെൽ? അപ്പൊ മാർക്കറ്റ് തിരിച്ച് ഇറങ്ങി ക്രാഷ് ആവും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിലങ്ങനെ ഒന്നും തോന്നുന്നില്ല. കാരണം FIIs, foreign institutions have to buy India. They have to increase their allocation to India. There is no other go. Okay. So അങ്ങനെ അവര് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ മാർക്കറ്റ് ഇനിയും കയറുള്ളൂ. സോ ഐ എം വെരി വെരി ബുള്ളിഷ് ഓൺ ദ മാർക്കറ്റ്. ബട്ട് അഗൈൻ, ഡോണ്ട് ഗോ ഇൻ ഫോർ ദ ഷോർട്ട് ടേം, ഗോ ഇൻ ഫോർ ദ ലോങ് ടേം. അത്രയേ ഉള്ളൂ. മാം, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പോസിറ്റീവ് സ്റ്റോറിയാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത് വിത്ത് പീക്ക്. അതിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഹാപ്പി ആയിരിക്കോ വേണ്ടത്, ഇൻസ്റ്റെഡ് ഓഫ് ഡൗട്ടിങ് ദം ഇൻ ടേംസ് ഓഫ്. അതാണ് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ന്യൂ ഹൈ അടിക്കുന്നത്. എന്താ പറയുക, ഈ സ്കൂൾ കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് there are more buyers than sellers. അതുകൊണ്ട് മാർക്കറ്റ് കയറുന്നു, അത്രേ ഉള്ളൂ. why are people buying? because they think it is going up അല്ലേ. ഇതിൽ ഇത്ര വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല, അതില് സിമ്പിൾ ലോജിക്. എനിക്കൊന്നും ഇപ്പൊ സ്റ്റേ അവേ ചെയ്യുന്ന ഈ ഒരു പേര് പറഞ്ഞ് സ്റ്റേ അവേ ചെയ്യുന്ന ആൾക്കാർ 10 കൊല്ലം കഴിഞ്ഞ് വീണ്ടും റിഗ്രറ്റ് ചെയ്യായിരിക്കും, അയ്യോ അന്ന് ഞാൻ സ്റ്റേ അവേ ചെയ്തല്ലോ ബിക്കോസ് ഐ തോട്ട് ഇറ്റ് പീക്ക്. അത്രേ ഉള്ളൂ. അതിപ്പോ ഈ സ്റ്റേ അവേ ചെയ്യുന്നവര് എല്ലാ പീരീഡിലും സ്റ്റേ അവേ ചെയ്തവരാണ്, റിഗ്രറ്റ് ചെയ്തവരുമാണ്. അവസാനം ഇത് ഫിയർ ആൻഡ് ഗ്രീഡ് എന്നാണല്ലോ രണ്ട് ഇമോഷൻസ് നമ്മൾ പറയാം, അവിടെ ഉണ്ടാവരുത് എന്ന് ഞാൻ പറയാം. ഒരു എക്സ്ട്രീം എന്റെ പൈസ മൊത്തത്തിൽ അങ്ങോട്ട് പോവോ എന്നുള്ള പേടി, ഒരു എക്സ്ട്രീമില് ഞാൻ ഇപ്പൊ പൈസ ഇട്ടാ എനിക്ക് നാളെ ഡബിൾ ആവോ എന്നുള്ള ഒരു ഗ്രീഡ്. ഇത് രണ്ടും വേണ്ട, ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കാം. പേടിയും വേണ്ട, ഗ്രീഡും വേണ്ട. നിങ്ങൾക്ക് പതുക്കെ പതുക്കെ നിങ്ങളുടെ അത് കയറും. യു വിൽ മേക്ക് ലോട്ട് ഓഫ് മണി ഇൻ ദ ലോങ് ടേം. ആ നടു ഇതെടുത്താൽ മതി നമുക്ക്, ദ മിഡ് വേ പാത്ത്. മാം പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാം. ലൈക്ക് ആ 12-15% യു നോ വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഔട്ട് ഓഫ് മാർക്കറ്റ്, ആ ഒരു പോയിന്റിലേക്ക് പോകുന്നതായിരിക്കും നമ്മൾ കറക്റ്റ്. സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് മണി ഗൈഡിലും ഒരു പാർട്ട്ലി ചോദിച്ചിട്ടുണ്ട് ടു അവർ ഗസ്റ്റ്.
ബട്ട് ഐ സ്റ്റിൽ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് മാമിന്റെ ഒരു തോട്ട് പ്രോസസ് ഇൻ ടു ഇറ്റ്. മലയാളികൾ ഇപ്പോഴും പല ആൾക്കാരും ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റിനോട് കുറച്ചുകൂടെ താല്പര്യമുള്ള ആൾക്കാരാണ്. ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി ലൈക്ക് അത് ചിലപ്പം റിയൽ എസ്റ്റേറ്റിലായിരിക്കാം. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഒരു ഫ്യൂച്ചർ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രാക്ടീസ് ഇതെല്ലാം വളരെ കൂടുതൽ ചേഞ്ച് ആവുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളൊരു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ കൊണ്ടുപോയി മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലൈക്ക് ഈ ഗോൾഡ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്, ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ ഇന്നത്തെ എക്കണോമിക് ലാൻഡ്സ്കേപ്പിൽ? സോ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസസിനും അതിൻ്റെതായ പ്ലസസും മൈനസസും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഓരോ കാലഘട്ടത്തിലും അത് ഓരോ ജനറേഷനും അത് സൂട്ടബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്ന ഇതാണ്, ഇന്നത്തെ ജനറേഷൻ ആളുകൾക്ക് വേണ്ടത് ഫ്ലെക്സിബിലിറ്റിയാണ്. കാരണം ദേ ഹാവ് ലോട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ് ദാൻ വാട്ട് ദ ഏർലിയർ ജനറേഷൻസ് ഹാഡ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു ഭൂമി വാങ്ങുക, അവിടെ ഒരു വീട് വെക്കുക, മക്കളും അവിടെ തന്നെ വരിക, അവിടെ ഒരു സ്ഥലം വാങ്ങുക, വീട് വെക്കുക, അതെങ്ങനെ പോവായിരുന്നു. ഇന്ന് അതല്ലല്ലോ അവസ്ഥ. ഇന്ന് ഒരു സിറ്റി, ഇന്ത്യയിൽ ഒരു സിറ്റിയിൽ ജോലി എടുക്കുന്നു, അടുത്ത ദിവസം നോക്കുമ്പോൾ അവര് അബ്രോഡ് പോകുന്നു, അവിടെ തന്നെ പല രാജ്യങ്ങളിൽ അവർക്ക് ഓപ്ഷൻസ് കിട്ടുന്നു. ദേ ഡോണ്ട് നോ വെയർ ദേ ആർ ഗോയിങ് ടു സെറ്റിൽ ഡൗൺ. ആൻഡ് അവരുടെ ഫാമിലി എന്ത് സൈസ് ആവുന്നോ ഒന്നും അവർക്ക് when they are working in their early years, they are not sure about where they are going to settle down. So real estate investment എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ നെഗറ്റിവിറ്റി അതിന്റെ ഇല്ലിക്വിഡിറ്റി ആണ്. ആൻഡ് അഫോർഡബിലിറ്റി ഓഫ് കോഴ്സ്. എന്റെ അടുത്ത് ഒരു 16 റുപ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയി സ്ഥലം വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏതൊരു ചെറിയൊരു ആളെ സംബന്ധിച്ചും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് പ്രൈസസ് ആർ ജനറലി വെരി ഹൈ, അൺഅഫോർഡബിൾ ടു ഒരു ലാർജ് സെഗ്മെന്റ് ഓഫ് ദി പോപ്പുലേഷൻ അല്ലെ. അപ്പൊ ഇല്ലിക്വിഡിറ്റി എന്നുള്ള ഒരു ഫാക്ടറാണ് എനിക്ക് അതിൽ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നുന്നത്. കാരണം നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിലെ പൈസ ഇടുന്നത്? എനിക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് പൈസ പുറത്തെടുക്കാനാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഞാൻ പറയും, പല ആളുകളെയും കാണുമ്പോൾ നിങ്ങളൊക്കെ ഒരു പാവപ്പെട്ട പണക്കാരാന്ന് ഞാൻ അവരോട് തന്നെ പറയും. കുറെ സ്വത്തുണ്ട്, കയ്യില് കാശ്, ഇതാണ് സ്ഥിതി. അപ്പം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചിന്തിക്കണമെങ്കിൽ യു ഹാവ് ടു ടിക്ക് ലോട്ട് ഓഫ് ബോക്സസ് ബിഫോർ ദാറ്റ്. ഓക്കെ, നമ്മുടെ ബാക്കിയുള്ള ലൈഫിലുള്ള ഫിനാൻഷ്യൽ ഗോൾസിനൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലിക്വിഡ് അസറ്റിലേക്കൊക്കെ പോവാം. ഓക്കെ, അതല്ലാതെ ഐ വിൽ നെവർ റെക്കമെൻഡ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ സംബഡി ഹു സ്റ്റാർട്ടിംഗ് ഔട്ട് ഇൻ ലൈഫ് ഓർ സംബഡി ഹു ഡസന്റ് ഹാവ് ഇനഫ് ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, പിന്നെ ഉള്ള ഫാക്ടർ എന്ന് ചോദിച്ചത് ഗോൾഡ് ആണ്. ഗോൾഡ് ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ അസറ്റ് ക്ലാസ്. ഒരു സംശയമൊന്നുമില്ല, കുറച്ച് വേണം. ഐ വിൽ സേ 5%, മാക്സ് 10%, നോട്ട് മോർ ദാൻ ദാറ്റ്. അതിലും there are smart ways of investing into gold. Jewelry is definitely not that. Okay, so there is gold has given good returns in India also because of rupee devaluation. It is not just about the gold prices increase or international gold price എടുക്കുന്നതും അതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ത്യൻ ഗോൾഡ് പ്രൈസിൽ നമ്മൾ നോക്കുമ്പോൾ റുപ്പി ഡിവാലുവേഷൻ ഹാസ് ദ ബിഗ്ഗസ്റ്റ് ഫാക്ടർ ഓഫ് വൈ ഗോൾഡ് പ്രൈസസ് ഹാവ് ഗോൺ അപ്പ് ഇൻ ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ഓൾസോ പ്ലേ എ പാർട്ട് ഗോയിങ് ഫോർവേഡ്. ഡോളർ അപ്രീസിയേഷൻ ഇനി ഫ്യൂച്ചറിൽ ഇത്രയും വന്നിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ ചിലപ്പോൾ സ്വർണത്തിന് ഇത്ര വില കൂടണമെന്നില്ല പോകുന്തോറും. ഓക്കെ, സോ അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ പോർട്ട്ഫോളിയോ, ബട്ട് മാക്സ് 10%, നോട്ട് മോർ ദാൻ ദാറ്റ്. ഓക്കെ, അതും ഇൻവെസ്റ്റ് ഇൻ ടു ഡിജിറ്റൽ ഗോൾഡ്. ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിൽ ജ്വല്ലറി അല്ല, ബട്ട് ഈ കോയിനും ബിസ്ക്കറ്റൊക്കെ വാങ്ങി വെക്കുന്നതും സേഫ് അല്ല. അതുകൊണ്ട് തന്നെ I will recommend people to go in for digital gold. Now options available ആണല്ലോ മാം. ഇപ്പോൾ sovereign gold bonds ഉണ്ട്, ETFs available. Correct. മാം, ഇപ്പോൾ ഒരാൾ ഒരു ടിപ്പിക്കൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് റിയൽ എസ്റ്റേറ്റ് നമുക്ക് എക്സാമ്പിൾ എടുക്കാം മാം, അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു സമയം വന്നു. അപ്പോൾ ഇതിനൊരു അൾട്ടർനേറ്റ് ആയിട്ട് അവരുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആയിരിക്കും അവർ കൺസിഡർ ചെയ്യേണ്ടത്? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സജഷൻ ഉണ്ടോ? ബ്രോഡ്ലി പറയുകയാണെങ്കിൽ ഷോർട്ട് ടേമിന് ഡെറ്റ് ഇസ് ദ റൈറ്റ് വേ ടു ഗോ. ഡെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ച് അത്യാവശ്യത്തിന് SBI അക്കൗണ്ടിൽ വെക്കുക, കുറച്ച് FDയിൽ ഇടുക, ആൻഡ് ദെൻ യു ക്യാൻ ലുക്ക് അറ്റ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഓൾസോ. അങ്ങനെ കുറച്ച് ചെയ്യാം. ദെൻ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ സംഭവം ഉണ്ടല്ലോ, അത് ഇറ്റ് ഇസ് സോ എന്താ പറയാ versatile that it can fit into all your financial goals. അതുകൊണ്ട് തന്നെ നമ്മുടെ പല ഗോൾസിലേക്കും അതങ്ങനെ കുറച്ച് ഇവിടെ, കുറച്ച് ഡെറ്റ്, കുറച്ച് ഹൈബ്രിഡ്, കുറച്ച് ഈക്വിറ്റി, ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് കൊണ്ടാവുന്നതേ ഉള്ളൂ. And then okay, little bit of gold, I think debt plus little bit of gold plus equity, and നിങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാൻ ഒരു വീട് ഉണ്ടെങ്കിൽ ജനറലി യു ആർ ഡൺ. പിന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അത്രയൊക്കെ ആവശ്യമുള്ളൂ. ഇതിലിങ്ങനെ അലക്കേറ്റ് ചെയ്ത് പോയാൽ മതി. ഒരുപാടൊന്നും ഇതില്
ജീവിതം കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മലയാളികളുടെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, ലൈക്ക് റിയൽ എസ്റ്റേറ്റിനെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു അതൊരു മലയാളിയുടെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ മലയാളിയുടെ SIP ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൽഡർലി ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും SIP ഞാൻ ചെറുതിലും കണ്ടിട്ടുണ്ട്. എൻ്റെ പാരന്റ്സ് ഒക്കെ അവരുടെയൊക്കെ SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ചിട്ടി ചേരുക അല്ലെങ്കിൽ കുറിയിൽ പോയി ജോയിൻ ചെയ്യുക. അതൊരു കോമൺ ചോയ്സ് ആണ് ഈ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ചിട്ടിയും കുറിയും. അതിൽ ഒരുപാട് റിസ്ക് ഇൻവോൾവ് ആണല്ലോ. അപ്പോൾ ആ ഒരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല തീരുമാനമാണോ? ചിട്ടി പെർസെ പല തരത്തിലുണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഓഫീസിലുള്ള ഒരു 10 ആള് കൂടി ഒരു ചിട്ടി കൂടുന്നു, ഇങ്ങനെയും ആവാം. ഇപ്പൊ KSFE പോലെയുള്ള ഒരു ഓർഗനൈസേഷൻസിൽ ചേരുന്നതും അതൊക്കെ ഈ സിമിലർ സംഭവങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മളൊരു റെപ്യൂട്ടഡ് ഓർഗനൈസേഷനിൽ പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ സെക്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ബട്ട് ബേസിക്കലി ഈ ചിട്ടി എന്ന് പറയുന്നത് ഒരു സേവിങ് ആണ്. ദാറ്റ് ഐ അഗ്രി. ഓക്കെ, സേവിങ് ആണ്, ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്നുള്ളതാണ് എന്റെ കൺക്ലൂഷൻ. കാരണം ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ, ഓക്കെ, ഇപ്പൊ ചിട്ടിയിൽ ചേരുന്ന എല്ലാവർക്കും ഒരേ റിട്ടേൺ ആണോ കിട്ടുന്നത്? അല്ല, ഓരോ സമയത്ത് എടുക്കുന്നവർക്ക് ഓരോ റിട്ടേൺ ആണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല നിങ്ങൾ ചിട്ടിയിൽ ചേർന്നാൽ നിങ്ങൾക്ക് ഇത്രേ കിട്ടും, അവസാനം വരെ ഇടുന്ന ഒരാൾക്ക് ഒന്ന് കിട്ടുന്നു, നടുക്ക് വെച്ചിടുന്ന ആൾക്ക് വേറെ കിട്ടുന്നു. അപ്പം ചിട്ടിയിൽ മാത്രം നിങ്ങൾ ഈ പൈസ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫൈനലി റിട്ടേൺസ് വളരെ കുറവാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ അവിടെ നടക്കുന്നില്ല. ബട്ട് ഒരു ഷോർട്ട് ടേം ഒരു നീഡാണെന്ന് വിചാരിക്കും, ഒരു 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് പൈസ വേണം, അതിനൊക്കെ ഇറ്റ് ഇസ് ഓക്കെ. ഞാൻ പറഞ്ഞാൽ അതിന് വലിയ തെറ്റൊന്നുമില്ല. അത്യാവശ്യം പെട്ടെന്ന് പൈസ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന അവിടെയാണ് കൂടുതൽ ആളുകളും ഇവിടേക്ക് പോകുന്നത്. ലുക്കിംഗ് അറ്റ് ഇറ്റ് ആസ് എ ലോൺ മോർ ദാൻ എനി ഇൻവെസ്റ്റ്മെന്റ്. തൽക്കാലം ചിട്ടി സ്റ്റാർട്ട് ചെയ്യാം, അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചെടുക്കാലോ. വിളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ചിട്ടിയെ കാണുന്നത് ഈ രീതിയിലാണ്. അപ്പൊ അവിടെ ഞാൻ 1-2 എക്സ്ട്രീം കേസസ് കുറവാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു കടം വരുന്നു, ചിട്ടിയിൽ ചേരുന്നു, അത് പെട്ടെന്ന് വിളിച്ചെടുക്കുന്നു, ആരെങ്കിലും ഗ്യാരണ്ടി നിർത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുക്കുന്നു, പിന്നെ അത് അടയ്ക്കാൻ പറ്റാതെ വേറൊരു ചിട്ടിയിൽ ചേരുന്നു, അവിടെ നിന്ന് വിളിക്കുന്നു, ഇവിടെ എടുക്കുന്നു. ഇതൊരു ഭയങ്കര ട്രാപ്പാണ്. ഇത് നമ്മൾ അറിയില്ല നമുക്ക്. ഇത് ഇങ്ങനെ ഒന്നിന്ന് ഇങ്ങനെ പോകുമ്പോ ഫൈനലി ഇറ്റ് ജസ്റ്റ് ഗോസ് ബിയോണ്ട് യു. നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകും. അപ്പൊ അത് ഭയങ്കര ഒരു ഡേഞ്ചറസ് ട്രാപ്പാണ്. അത് പെട്ടെന്ന് പൈസ കിട്ടൂലോ. എനിത്തിങ് ഈസിലി അവൈലബിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോസ്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം SIPയും ചിട്ടിയും യൂസ് ചെയ്യുന്ന പർപ്പസ് തന്നെ വേറെയാണ്. If you are looking at it as an investment, I don't think it is a good investment. If you are looking at it as a short-term needs for your money, maybe it will work out if you go with reputed institutions. I think people അത് എനിക്ക് തോന്നുന്നു ഒരു ഫിനാൻസിങ് ഓപ്ഷൻ പോലെയാണല്ലോ ആൾക്കാർ ഇതിനെ നോക്കുന്നത്. അതാണ്, അങ്ങനെയാണ് കാണുന്നത്. അതെ. എനിക്കൊരു ലോൺ ഉണ്ട്, പെട്ടെന്ന് നമുക്ക് ചിട്ടിന്ന് വിളിച്ചിട്ട് അത് അടയ്ക്കാം, എന്നിട്ട് പതുക്കെ ചിട്ടിയിൽ അടച്ചാൽ പോരെ, ആ ഒരു തോട്ട്. Some scenarios it may work out okay. If you are taking a high cost loan and all that, maybe it will work out okay also. But as a long-term investment option, no, I don't think it's a good investment option. ഈസ് ഓഫ് അവൈലബിലിറ്റി ആയിരിക്കാം ചിലപ്പോൾ അതിലേക്ക് ആൾക്കാരെ കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യുന്നത്. അതാണ്. ഒരു ഇപ്പൊ ഒരു ചിട്ടിയോ അല്ലെങ്കിൽ ഒരു കുറിയോ ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആയിരിക്കും അവർ നോക്കേണ്ടത് അവർക്ക് ഈ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? അത് ആ നടത്തുന്ന ഓർഗനൈസേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. അത് അവസാനം അവര് കൂട്ടി പോവോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പൊ അത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലേക്ക് മാത്രം പോവുക എന്നുള്ളതാണ്. വേറെ ഒന്നും പറയാനില്ല അവിടെ. പിന്നെ നമ്മൾ ഇൻഡിവിജ്വൽസ് കുറച്ചു പേര് അറിയുന്ന ആളുകൾ കൂടി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് അറിയുന്ന അങ്ങനെയൊക്കെ ചിട്ടികൾ നടക്കുന്നുണ്ടല്ലോ. ഞാൻ അതെ, ഇൻഫോർമൽ ചിട്ടികൾ, ഫോർമൽ ചിട്ടികൾ, എവിടെ നോക്കിയാലും ഇവിടെ ചിട്ടികളാണ്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ക്രെഡിബിലിറ്റി തന്നെയാണ് അവിടെ ഇമ്പോർട്ടന്റ്. അത് നമ്മൾ നോക്കിയിട്ട് തന്നെ പോണം. വേറെ ഗവൺമെന്റ് ആയിട്ട് സ്പോൺസർ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകുന്നത് ബെറ്റർ, അത്രേ ഉള്ളൂ. പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റേറ്റിംഗും കാര്യങ്ങളും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഇപ്പം NBFC എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. ഒരു ഡെപ്പോസിറ്റ് കൊടുക്കുമ്പോൾ അതിന് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. ഇപ്പൊ ചിട്ടി മാത്രം നടത്തുന്ന കമ്പനികൾക്ക് അങ്ങനെ ഒരു റേറ്റിംഗ് ഉണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ. ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. RBI പോലുള്ള ഓർഗനൈസേഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുന്നത് ഒരു നല്ല ക്രൈറ്റീരിയ ചെക്ക് ആയിരിക്കും. അതെ, NBFC കാറ്റഗറിയിലാണ് ഇങ്ങനെ റെഗുലേഷൻസ് വരുന്നത്. ദാറ്റ് ഇസ് മോർ ടുവേർഡ്സ് ഡെപ്പോസിറ്റ്സ്. ഇപ്പൊ നമുക്കിവിടെ ഗോൾഡ് ഫൈനാൻസ് കമ്പനീസിന്റെ ഒക്കെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഉണ്ടല്ലോ. നമുക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കിയാൽ മനസ്സിലാവും. AAA എന്നുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ളതും ഒരു BB എന്ന് പറയുന്ന അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് അത് നോക്കിയിട്ട് കൊടുത്താൽ മതി.
പക്ഷെ ഈ ഒരു മേഖലയിൽ അങ്ങനെയുള്ള ഒരു പ്രോപ്പർ റെഗുലേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഹൈലി ഡൗട്ട്ഫുൾ ആണ്, എനിക്കറിയില്ല. മാം, ഇപ്പോൾ ഒരാൾക്ക് ചിട്ടിന്ന് മാറ്റി വേറൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ഏതായിരിക്കും അവർക്ക് ഏറ്റവും ഈസിയസ്റ്റ് ടു ഗോ ഫോർ ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ്? അഗൈൻ ലിക്വിഡിറ്റി ആണ് വിഷയമെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് മാത്രം നോക്കിയാൽ മതി. ലോൺ ആയിട്ട് കാണണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിന് ലോണ് കിട്ടൂല. അവിടെയാണ് നമ്മൾ ഇതിന് പകരം അത് എന്നുള്ളത് ഇവിടെ ഫിറ്റ് ആവാതെ വരുന്നത്. ഞാനൊരു 3 കൊല്ലത്തേക്ക് ഞാൻ SIP തുടങ്ങി. 4 മാസം അടച്ചിട്ട് എനിക്ക് മുഴുവൻ പൈസ തരുമോ എന്ന് ചോദിച്ചാൽ ഒരു മ്യൂച്വൽ ഫണ്ടും തരൂല. നമ്മൾ അടച്ച പൈസ തന്നെ കിട്ടുള്ളൂ. അപ്പൊ അതിന് ഒരു ഈക്വലന്റ് അല്ല ഇവിടെ. ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഓർ ഒരു ഷോർട്ട് ടേമിലായാലും ഒരു എമൗണ്ട് ഉണ്ടാക്കണം എങ്ങനെയാണെങ്കിൽ നമുക്ക് SIP ചെയ്താൽ മതി, യാതൊരു സംശയമില്ല. പക്ഷെ അവസാനം വരെ വെയിറ്റ് ചെയ്താലേ നമ്മൾ ഉദ്ദേശിച്ച സംഖ്യ കിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അതിന് പകരം വെക്കാം, നടുക്ക് വെച്ചെടുക്കാൻ പകരമൊന്നുമില്ല, ചിട്ടിന്റെ ഉള്ളൂ. എനിക്കൊന്നൊരു ഒരു ഫിനാൻസിങ് ഓപ്ഷൻ അല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ടാണ് ചിട്ടീനെ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് SIP ആയിരിക്കും കുറച്ചൊരു നല്ല ഓപ്ഷൻ അല്ലേ? നോ ഡൗട്ട് അബൌട്ട്. ഒരു 5 ഇയർ ചിട്ടി ഇടുന്നതും 5 ഇയർ SIP ഈക്വിറ്റി ഫണ്ട് ഇടുന്നതും തമ്മിൽ റിട്ടേൺസിൽ ഒരു കമ്പാരിസണേ ഇല്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. മനസ്സിലായി. നമ്മൾ ഈ ചിട്ടി ഒരു ലോണായിട്ട് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും ഈ ലോണിനെ പറ്റിയിട്ട് പല സംശയങ്ങളും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ദാറ്റ് വി ഷുഡ് ആസ്ക് യു. അത് ഒരു ലോൺ എടുക്കുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? എങ്ങനെയാണ് ഒരു ലോൺ അവർക്ക് ഇന്റലിജന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെ ഒരു ലോൺ അപ്രോച്ച് ചെയ്യണം? എങ്ങനെ നമുക്കൊരു ലോണിന് അപ്രോച്ച് ചെയ്യാം, ഒരു ലോൺ എടുക്കുന്നതിലും ലോൺ ഇവാലുവേറ്റ് ചെയ്യുന്നതും ഒക്കെ? ഞാൻ പറയും കടം എന്ന് പറയുന്നത് തീയാണെന്ന് പറയുന്നത്. അതിനെ ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് നല്ലത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ വിഴുങ്ങും എന്നുള്ള, നമ്മളെ തന്നെ അത് കരിച്ചു കളയും എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് തിങ് നമ്മള് ആദ്യം ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ക്രെഡിറ്റ് വർത്തിനെസ് സ്വയം പ്രൂവ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് സിബിൽ സ്കോർ. ഈ ലോണിന്റെ കാര്യത്തിൽ ഇത് വളരെ വളരെ റെലവെന്റ് ആണ്. ലോൺ എടുക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ വരാം. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ ലോൺ എടുത്തിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അടച്ച് നിങ്ങളുടെ അടുത്ത് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നല്ലൊരു സിബിൽ സ്കോർ നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ അവൈലബിലിറ്റി ഭയങ്കര ഈസി ആയിരിക്കും. വെൻ യു നീഡ് ഇറ്റ്. അത് എപ്പോൾ എടുക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാൻ നിങ്ങളുടെ സിബിൽ സ്കോർ ഒരുപാട് സഹായിക്കും. See that your credit score is always above 700. Try to keep it above 750 if possible. അപ്പൊ അതിന് നമ്മൾ എപ്പോഴെങ്കിലും എടുത്താലും ലോണ് കറക്റ്റ്, ഒരു അടവ് പോലും തെറ്റാതെ കറക്റ്റ് അടച്ചാൽ അത് നന്നായിരിക്കും എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2, ഞാൻ പറയും ഒരു നല്ല കടം ചീത്ത കടം തന്നെ 2 കാര്യങ്ങളായിട്ട് തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമ്മളെ ഫിനാൻഷ്യൽ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ നമ്മളൊരു നല്ല കടമാണ്. അത് പിന്നോട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ അത് അത്ര നല്ല കടമല്ല. ഒരു ബിസിനസിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ലോൺ, ഓക്കെ, അങ്ങനത്തെ ലോൺസ് ഞാൻ പറയും നമുക്ക് അതൊരു ഫിനാൻഷ്യലി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലോണാണ്. ഇപ്പൊ നമുക്കൊരു വീട് വേണം, അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന പോലെ ഒരു EMI സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഹൗസിംഗ് ലോൺ എടുക്കുന്നത് തെറ്റില്ല. അതൊരു നല്ല കടമാണെന്ന് ഞാൻ പറയും. ഓക്കെ, ബട്ട് അതല്ലാതെ വെറുതെ പേഴ്സണൽ ലോൺ എടുക്കുക, നമുക്ക് അങ്ങനത്തെയൊക്കെ ഒരു കേസില് അതൊക്കെ ഒരു ചീത്ത കടങ്ങളാണ്. അപ്പൊ ആൻഡ് ഹൈ കോസ്റ്റ് ലോൺസ് വരുന്നത്, ഇതൊക്കെ ഭയങ്കര ചീത്ത കടമാണ്. അപ്പൊ അതൊക്കെ എത്രയും അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് എത്രയും അവോയ്ഡ് ചെയ്യണം. ഇന്നത്തെ ഒരു സിനാരിയോയില് ഈ കടം വേണോ എന്ന് ചോദിച്ചു നടക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾ അതിലേക്ക് വീണു പോവാണ്. വേണോ വേണ്ടയോ എന്നൊന്നും ആലോചിക്കുന്നില്ല, ലോണ് കിട്ടും, അപ്പോഴാണ് ആലോചിക്കുന്നത് ലോൺ ഉണ്ടല്ലോ എന്നാ പിന്നെ ഇത് ചെയ്താലോ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ടോ എന്ന് വരെ നമുക്ക് തോന്നുന്നുണ്ട്. എത്ര കോളാ വരുന്നത് ലോൺ വേണോന്ന് ചോദിച്ചിട്ട്. അപ്പോ ആ ഒരു ഇൻഡസ്ട്രി ഈസ് ഫോഴ്സിങ് യു ടു ടേക്ക് ലോൺസ്. അപ്പൊ ആ ഒരു ട്രാപ്പില് വീഴാതെ നമ്മൾ പോണം. ഞാൻ പറയും ഒരു EMI ഫ്രീ ലൈഫാണ് അൾട്ടിമേറ്റ് സുഖം. അതായിരിക്കണം എല്ലാവരുടെയും ഒരു മനസ്സിൽ ടാർഗറ്റ്. ബിക്കോസ് എന്തൊക്കെ തന്നെയായാലും ഒരു കടം എന്ന് പറഞ്ഞ ഒരു പ്രഷറാണ് അല്ലെ, അത് ഭയങ്കര പ്രഷറാണ്. കഴിവതും അത് നമ്മളുടെ ഒരു ഇൻകത്തിന്റെ ഒരു 1/3 എന്ന് ഞാൻ പറയും. പലരും പറയും 40%, 50% എന്നൊക്കെ. ഞാൻ പറയും 30%, 33% കൂടുതൽ നിങ്ങളുടെ EMI ഉണ്ടാവരുത്. അതിലും അത്യാവശ്യത്തിന് വേണ്ട ഹൗസിംഗ് ലോൺ. ഓക്കെ, ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു ചിലരെ സംബന്ധിച്ച് അത് ആവശ്യമാണ്, ചിലർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് എടുക്കരുത്. ഞാൻ എപ്പോഴും എന്റെ ക്ലയൻസിനോട് ഞാൻ പറയണതാണ്,
ഉപയോഗിക്കാതെ ഒരു ഗരാജിൽ കാറ് വെക്കുന്നതിനപ്പുറം അബദ്ധം വേറൊന്നുമില്ല. ഒരു മാസത്തിൽ 10 ദിവസം നിങ്ങൾ ടാക്സി വിളിച്ചാലും അതാണ് ലാഭം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാർ ലോൺ എടുക്കുന്നതും അത് നല്ലൊരു വിഷയമായിട്ടേ എനിക്ക് തോന്നിയിട്ടില്ല. സോ അവോയ്ഡ് ലോൺസ് as much as possible and try to think ഇത് അത്രത്തോളം അത്യാവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് ലോൺ എടുക്കുക. അവിടെയും ഇൻട്രസ്റ്റ് റേറ്റ്സിനെ കുറിച്ച് വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. ആൻഡ് കമ്പയർ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഈ സിബിൽ സ്കോർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നല്ലൊരു ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ കമാൻഡ് ബെറ്റർ ടേംസ് ഫോർ ലോൺസ്. അവിടെ നമ്മൾ ഡിഫോൾട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരാൾ ലോൺ തരൂല്ല, തരുന്ന ടേംസും വളരെ കൂടുതലായിരിക്കും. അപ്പം ക്രെഡിബിലിറ്റി ആസ്പെക്ട് കംസ് ഇൻ വെരി വെരി മച്ച്. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് പബ്ലിക് സെക്ടർ ബാങ്ക്സും ഈ ബാങ്ക്സിൽ തന്നെ പ്രൈവറ്റ് സെക്ടർ, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, ഇങ്ങനെ വലിയൊരു സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഇതില് ഒരു ഭാഗത്ത് ഡെപ്പോസിറ്റ് റേറ്റ്സും ലോൺ റേറ്റ്സും കുറവാണ്, മറ്റേ ഭാഗത്ത് ഡെപ്പോസിറ്റ് റേറ്റ്സും ലോൺ റേറ്റ്സും കൂടുതലാണ്. നമ്മൾ ഇവിടെ ഡെപ്പോസിറ്റ് ഇടണം, ഇവിടെ ലോൺ എടുക്കണം, അത്രയേ ഉള്ളൂ. സോ ഇറ്റ് മേക്സ് എ ഡിഫറൻസ്, 1 or 2% ഡിഫറൻസ് ഇൻ ബോത്ത്. അപ്പൊ അത് നമുക്ക് ഒരു റിസർച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും അല്ലേ മാം, ഇൻ ടേംസ് ഓഫ്, കാരണം മാം അതില് ഞാൻ അതെ അതെ ഞാൻ എന്റെ പോളിസി ഇതിനൊക്കെ ഗോ ടു എക്സ്പേർട്സ് എന്നുള്ളതാണ്. എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, ഹൗസിംഗ് ലോൺ എക്സ്പേർട്ട്. എനിക്ക് ഇതുപോലെ എല്ലാ ഫൈനാൻസ് ആസ്പെക്ടിലും ഓരോ ഫ്രണ്ട്സ് ഉണ്ട്, professionals who we collaborate. I am only looking into personal finance in a particular aspect of it. Okay, investments or your asset allocation and all that. ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. Okay, we also handle insurance, but other than that there are so many things. അല്ലെ, ലോൺസ് എന്ന് പറയുന്നത് ഒരു വളരെ സ്പെസിഫിക് സെഗ്മെന്റ് ആണ്. ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ഓൺ ദാറ്റ്. സോ ഇങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചാൽ ഞാൻ നേരെ എന്റെ ഫ്രണ്ടിന് റെഫർ ചെയ്ത് കൊടുക്കും. സോ ഇതൊക്കെ ഞാൻ പറയും ഗോ ടു എക്സ്പേർട്സ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ഒരിക്കലും സ്വന്തം തീരുമാനങ്ങൾ എടുക്കരുത്. അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് മാത്രം, നല്ലോണം അഡ്വൈസ് എടുത്തിട്ട് മാത്രം ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നത്, ഇപ്പം മാം നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടംപോലെ ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ പർപ്പസ് പോലും നോക്കാതെയായിരിക്കും ചിലപ്പോൾ നമ്മൾ ലോൺ എടുക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ കാർ വാങ്ങാൻ പേഴ്സണൽ ലോൺ എടുക്കാം, വേറെ എനിക്ക് 9% ലോൺ അവൈലബിൾ ആണെന്നതിന് വരെ ഞാൻ 16% എടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്സും ആൾക്കാർ ഓപ്പോസിറ്റ് പറയാറുണ്ടല്ലോ, ലൈക്ക് ബാങ്ക്സ് വിൽ ടെൽ യു അബൌട്ട് ഒരു സിമ്പിൾ റേറ്റ് പറയുന്നുണ്ടാവും, ഡിമിനിഷിംഗ് റേറ്റ് പറയുന്നുണ്ടാവും. ഡിമിനിഷിംഗ് റേറ്റ് ആണോ ഫ്ലാറ്റ് റേറ്റ് ആണോ എന്ന് വ്യത്യാസം അറിയില്ല. ഫ്ലാറ്റ് റേറ്റും ഡിമിനിഷിംഗും ഡബിൾ ആണ് ഡിഫറൻസ് വരുന്നത്. ഇവര് പറയുന്ന റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അതുപോലെ വേറൊരു വലിയൊരു ട്രാപ്പ് ഞാൻ കണ്ടിട്ടില്ല, എന്താ അറിയോ, ഈ ഫ്ലെക്സി റേറ്റ്, നമ്മുടെ ഫ്ലോട്ടിംഗ് റേറ്റിൽ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് പലപ്പോഴും റേറ്റ് ഇപ്പൊ കൂടി കൂടി വന്നതാണല്ലോ, കണ്ടിന്യൂസ്ലി ഇൻട്രസ്റ്റ് റേറ്റ്സ് ഹാവ് ഗോൺ അപ്പ്. നൗ ഐ ബിലീവ് റേറ്റ്സ് ഹാവ് പീക്ഡ് ഔട്ട് ആൻഡ് ഇറ്റ് ഹാസ് ടു കം ഡൗൺ ഗ്രാജുവലി. ബട്ട് സ്റ്റിൽ റേറ്റ് കൂടിയപ്പോ പലരുടെയും EMI പീരീഡ് കൂടി, EMI എമൗണ്ട് കൂടി. ഇതൊന്നും ആരും അറിയുന്നില്ല. എമൗണ്ട് കൂടിയാലേ അറിയുള്ളൂ, പീരീഡ് കൂടിയത് പലരും അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസേഷൻസിൽ നമ്മളത് അവരെ അറിയിക്കണം. നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളത് നമ്മളും കൂടെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ നമ്മൾ അറിയുന്ന 20 കൊല്ലത്തെ ലോണ് പെട്ടെന്ന് നോക്കുമ്പോൾ 30 കൊല്ലം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കണം ഇപ്പൊ. അതാണ് ദാറ്റ്സ് ഓൾ വെരി ഡേഞ്ചറസ്. പിന്നെ പെരിഫറി ആയിട്ടും കുറെ ചാർജസ് ഉണ്ടല്ലോ മാം, ലൈക്ക് ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് മാത്രം പറഞ്ഞിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക, പ്രോസസിംഗ് ഫീസ് ഉണ്ടാവാം, മാനുവലി വേണം ചിലപ്പോൾ ചാർജ് ഉണ്ടാവാം. ഒരു അവയർനെസ് എനിക്ക് ഗോ ടു എക്സ്പേർട്സ്. പലപ്പോഴും ഒരു ലോണ് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക, റീസ്ട്രക്ചർ ചെയ്തിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ടേക്ക് ഓവർ ലോൺസ് ഒക്കെ ചെയ്യുമ്പോൾ യു ഗെറ്റ് മച്ച് റേറ്റ്സ് ആൻഡ് ബെറ്റർ ടേംസ്. സോ അതിനെല്ലാം അഗൈൻ ഐ സേ ഗോ ടു എക്സ്പേർട്സ്. അത് പോകേണ്ട ആളുകളുടെ അടുത്ത് പോയി സംസാരിച്ചാൽ അതിന് വേണ്ട റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അതിനൊന്നും മെനക്കെടുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ദീസ് ആർ ഓൾ തിങ്സ് വിച്ച് അഫക്ട് യുവർ ഡേ ടു ഡേ ലൈഫ് ഫോർ എ വെരി ലോങ് പീരിയഡ് ഓഫ് ടൈം. സോ ഒരാൾ പറഞ്ഞിരുന്ന് കേട്ടിട്ട് ഒരു ഓഫീസിൽ കയറി അയാൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ഉടനെ അത് ചെയ്യലല്ല. ഇതിന് ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. മാം, നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഇൻഷുറൻസ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് ഒരു സ്പെസിഫിക് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റൻ ഇതാണ്, ലൈക്ക് നമ്മുടെ സബ്സ്ക്രൈബറിന് ഒരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ദാറ്റ് ഈസ് വിത്ത് LIC. പിന്നെ അതുപോലെ തന്നെ ഒരു ടേം ഇൻഷുറൻസും കീപ്പ് ചെയ്യുന്നുണ്ട്, അത് വേറൊരു ഇൻഷുറൻസ് കമ്പനിയിലാണ്. അപ്പോൾ സബ്സ്ക്രൈബറിന്റെ ഡൗട്ട് ഇതാണ്, ഈ 2 ഇൻഷുറൻസും കീപ്പ് ചെയ്യണോ അതോ ഒന്ന് മതിയോ? എന്തായിരിക്കാം ഒരു ഇൻഷുറൻസും അതിന്റെ ടൈപ്പും പിക്ക് ചെയ്യുന്ന സമയത്ത് അവർ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്? സോ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ടേം ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസ് ആണ്. സോ വിൽ ഡിസ്കസ് അബൌട്ട് ദി ഡിഫറെന്റ് ടൈപ്സ്.
ട്രഡീഷണലി നമ്മുടെ ഇവിടെ LIC ഒരു പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ആ ഒരു പോളിസീസ് ആണ് ഇന്ത്യയിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടത്. കാരണം ഇൻഷുറൻസിന് വേണ്ടി മാത്രം ആളുകൾ പൈസ തരില്ല എന്നും അത് ഇൻവെസ്റ്റ്മെന്റ് ഫാക്ടർ ഉണ്ട്, കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു കിട്ടും എന്നും പറഞ്ഞാലേ ആളുകൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇവിടെ വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ശരിക്കും വന്നത്. വാട്ട് ഇസ് ടേം ഇൻഷുറൻസ്? ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി ഇൻഷുറൻസ് പോലെ, ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മളൊരു ചെറിയ പ്രീമിയം കൊടുക്കുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഫാമിലിക്ക് ഇത്ര കിട്ടുന്നു, എന്റെ നോമിനിക്ക് ഇത്ര കിട്ടുന്നു. സിമ്പിൾ, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. മറ്റേ ട്രഡീഷണൽ പോളിസീസ് എന്ന് പറഞ്ഞാൽ എൻഡോമെന്റ് പ്ലാൻസ് അല്ലെങ്കിൽ മണി ബാക്ക് പ്ലാൻസിലൊക്കെ നിങ്ങൾ ഈ പ്രീമിയത്തിന് പുറമെ ഒരു എമൗണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫാക്ടറും കൂടെ കൊടുക്കുന്നു. ആ പൈസ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഗ്രോ ചെയ്യുന്നു, നിങ്ങൾക്ക് അത് തിരിച്ചു തരുന്നു. ഈ തിരിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 5-5% കൂടുതൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അത്രയേ കിട്ടുള്ളൂ. അപ്പൊ മൈ ടേക്ക് ഓൺ ദിസ് ഇസ് ലൈക്ക് ദിസ്. നൗ വൈ ആർ യു ടേക്കിംഗ് ലൈഫ് ഇൻഷുറൻസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളെ ഫിനാൻഷ്യലി ആശ്രയിച്ച് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവര് മുന്നോട്ട് ജീവിച്ചു പോകണം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് വേണ്ട. ഓക്കെ, ശരി, വേണം എന്നുണ്ടെങ്കിൽ എത്ര നാളത്തേക്ക് വേണം എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. അതില് നിങ്ങള് സമ്പാദിക്കുന്ന കാലത്തേക്ക് ലൈഫ് ഇൻഷുറൻസ് വേണം. ഓക്കെ, നിങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്കേ വരുമാനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ്? അതിനുവേണ്ടി നിങ്ങൾ അങ്ങോട്ട് കാശ് ചെലവാക്കിയിട്ട് കാര്യമില്ല, അല്ലെ? സോ ഐ ബിലീവ് you should have life insurance till your earning period, maybe 60-65, അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ 70 മാക്സിമം പോയാൽ അത്രയും ആവശ്യമുള്ളൂ. 60-65 മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും കാലത്തേക്ക് വേണം. പിന്നെ എത്ര എമൗണ്ടിന് വേണം എന്നുള്ളതാണ് ചോദ്യം. അവിടെ നമ്മള് ലൈഫ് എന്നുള്ള വാക്ക് ഓർമ്മ വയ്ക്കുക. ഒന്ന്, നമുക്ക് ലയബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അത് കവർ ചെയ്യണം. നമ്മൾ എടുത്ത കടം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബത്തിന് തലയിലിട്ട് പോകരുത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ എമൗണ്ട് നമ്മൾ കവർ ചെയ്തിരിക്കണം. പിന്നെ ഐ എന്ന് പറഞ്ഞാൽ ഇൻകം. ഓക്കെ, ഞാനില്ലെങ്കിലും അവർക്ക് ജീവിച്ചു പോകാനുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു സംഭവം. എഫ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഫൈനൽ എക്സ്പെൻസസ് എന്ന് പറയാം. അതായത് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, ലാസ്റ്റിൽ എന്തെങ്കിലും അവർക്ക് ചെലവ് വന്നാൽ, അങ്ങനെ. ഈ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, മക്കളുടെ എഡ്യൂക്കേഷനും മാരേജ്, അതൊക്കെ ടേക്കപ്പ് ചെയ്യാൻ പറ്റണം. ഇതിനൊക്കെ കൂടിയിട്ടുള്ള ഒരു സംഖ്യ ആയിരിക്കണം ലൈഫ് ഇൻഷുറൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അത്രയും ഞാൻ കവേർഡ് ആയിരിക്കണം. നോ, ടേം ഇൻഷുറൻസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെറിയ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് അപ് ടു 40 വർഷം വരെ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാം. ഒരു 30 കൊല്ലത്തേക്കോ 35 കൊല്ലത്തേക്കോ ഒക്കെ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാം. 1 കോടി രൂപക്ക് കവറേജ് 30 വയസ്സുള്ള ആൾക്ക് എടുക്കാം. മാസം 1,500 രൂപ പോലും വേണ്ട, അത്രയേ വേണ്ടൂ. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ യു നീഡ്. ആൻഡ് യു ടിക്ക് യുവർ ബോക്സ്. ഇഫ് 1 crore can cover all these boxes and you are paying this amount, ഒരു വർഷത്താല് നിങ്ങൾ അത് അടച്ചു കഴിഞ്ഞാൽ you tick that box and you finish it. You are done with your life insurance. അതല്ലാതെ നിങ്ങൾ വേറെ പിന്നെയും ഒരു ട്രഡീഷണൽ പോളിസിയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. പല ട്രഡീഷണൽ പോളിസീസിലും ഞാൻ കണ്ടിട്ടുള്ളത് കവറേജ് പീരീഡ് കുറവാണ്. ഓക്കെ, നീ പറയുന്ന 30-35 വർഷത്തേക്ക് ഒന്നും കിട്ടുന്നില്ല, 15 കൊല്ലത്തേക്കൊക്കെ കിട്ടുള്ളൂ. ഒരു 30 വയസ്സുള്ള ആൾക്ക് 15 കൊല്ലം മതിയോ? നിങ്ങളുടെ കുട്ടി ജനിച്ചിട്ടേ ഉള്ളൂ, 15 കൊല്ലം മതിയോ നിങ്ങൾക്ക് ഇൻഷുറൻസ്? പോരല്ലോ, അല്ലെ? ആൻഡ് കവറേജ് എമൗണ്ട് വളരെ കുറവാണ്. 5 ലക്ഷം 10 ലക്ഷത്തിനൊക്കെ ഇൻഷുറൻസ് കിട്ടിയിട്ട് ഒരു ഫാമിലിക്ക് അത് മതിയോ? ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ അത് തീരുമോ? ഒരു കാര്യമില്ല. മൂന്നാമത്, ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത് റിട്ടേൺ വളരെ കുറവാണ്. ഓക്കെ, സോ ഐഡിയലി ഹാവ് എ ടേം ഇൻഷുറൻസ് പ്ലസ് ഹാവ് എ മ്യൂച്വൽ ഫണ്ട്, SIP in a equity mutual fund long term. This combination will be far more effective than taking a traditional policy. That is my very strong opinion. എനിക്ക് തോന്നുന്നു രണ്ടിനും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇൻഷുറൻസിന്. നിങ്ങളൊരു ട്രഡീഷണൽ പോളിസി എടുത്തിട്ട് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നടുക്ക് വെച്ച് അടയ്ക്കാൻ പറ്റിയില്ല, ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് ശരി അവിടെ പോട്ടെ, അതെന്തായാലും നമ്മൾ അടച്ചിട്ടില്ല, കിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ് എന്താവും? അതിലും നഷ്ടം വരും. നിങ്ങൾ അടച്ച പൈസയിൽ കുറെ സറണ്ടർ വാല്യൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പോകും. ഇതിപ്പോ ടേം ഇൻഷുറൻസ് ആണെങ്കിൽ നിങ്ങൾ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കവറേജ് ഇല്ല, ശരി പോട്ടെ. ഇൻവെസ്റ്റ്മെന്റ് SIP നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇട്ട പൈസ അവിടെ ഉണ്ടാവുമല്ലോ, ദാറ്റ് വിൽ ഗ്രോ. അവിടെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം, എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. സോ ഇൻഷുറൻസ് ഷുഡ് നോട്ട് ബി ഫ്ലെക്സിബിൾ. അത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് അത് അടയ്ക്കണം. ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. നമുക്ക് കയ്യിൽ പൈസ ഉള്ളപ്പോ മാത്രം ഇടാൻ പറ്റണം. അപ്പൊ ഇത് രണ്ടാക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് മാം കൊടുത്തിട്ടുണ്ട്.
മേ ബി ഹിൽ ബി ഏബിൾ ടു ഡിസൈഡ് ഇനിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. മാം, നമ്മുടെ സെഷന്റെ ഒരു എൻഡിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ മാം പോകുന്നതിന് മുമ്പേ കുറച്ച് വിസ്ഡം ഷെയർ ചെയ്യണം. മാം ഇത്രയും സീസൺഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മാമിന്റെ അടുത്ത് പഠിക്കാൻ താല്പര്യമുണ്ട്. മാമിന്റെ ഒരു ലാസ്റ്റ് 3 പീസ് ഓഫ് അഡ്വൈസ് എന്തായിരിക്കും? നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ഉണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. വി ഹാവ് ലൈക്ക് ഭയങ്കര സീസൺഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. വാട്ട് വിൽ ബി യുവർ 3 പീസ് ഓഫ് അഡ്വൈസ് ഫോർ ദാറ്റ്? അങ്ങനെ 3 എന്ന് എണ്ണി പറയാമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. ആദ്യത്തെ കാര്യം, ഒരു പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അത് വേണം എന്നുള്ളതാണ്. ഓക്കെ, പലരുടെയും മനസ്സിൽ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ, അതൊക്കെ എന്തിനാ ഇത്ര വലിയ സംഭവം, എന്ത് ഫൈനാൻസ്, എന്ത് പ്ലാനിങ്, അതൊക്കെ ഇങ്ങനെ പൊക്കോളും, അതൊക്കെ വരണ്ടിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇൻഫ്ലേഷൻ എന്നുള്ള ഫാക്ടറിനെ കുറിച്ച് പലരും ചിന്തിക്കുന്നേ ഇല്ല. 10 കൊല്ലം കൂടുമ്പോൾ നമ്മളുടെ ലൈഫ് എക്സ്പെൻസസ് ഡബിൾ ആവുകയാണ് പോകുന്നത്. ഇന്ന് 50,000 ഉണ്ടെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ 1 ലക്ഷമായി, അവിടെ നിന്ന് 10 കൊല്ലം കഴിഞ്ഞാൽ 2 ലക്ഷമായി, അവിടെ നിന്ന് 10 കൊല്ലം കഴിഞ്ഞാൽ 4 ലക്ഷമായി. ഓക്കെ, സോ അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പൊ നമ്മളൊരു ഇപ്പത്തെ യങ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിക്കണമെങ്കിൽ മാസം 4 ലക്ഷം രൂപ വരുമാനം വേണം എന്നുള്ളത്, that you need to think about that. അതിന് നിങ്ങൾക്ക് you need to save and you need to have enough money. അല്ലെങ്കിൽ അവസാനം റിട്ടയർമെന്റ് കാലത്ത് നമ്മുടെ മക്കൾ പോണ സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. നമുക്കായിട്ട് we won't have financial freedom. So think about inflation and understand the importance of personal financial planning. That is first thing. Second thing, how do you go about it എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു 5 ബോക്സ് ടിക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ് ഇസ് ഹെൽത്ത് ഇൻഷുറൻസ്. ആദ്യത്തെ കാര്യം അതാണ്. ഓക്കെ, യു ഷുഡ് ഹാവ് ആഡിക്വേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ്. ഞാൻ കാണുന്ന ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ കൺസൾട്ടേഷൻസ് വരുന്ന കേസസിലും ഒരു 65 അബവ് വരുന്ന അവരുടെ പേരൻസ്, അവരൊന്നല്ല കൺസൾട്ടേഷൻ വരുന്നത്, യങ്സ്റ്റേഴ്സ് ആണല്ലോ കൂടുതലും വരുന്നത്, അല്ലെങ്കിൽ 30s 40s ആളുകളായിരിക്കും വരുന്നത്. 65 വയസ്സിന് മേലെയുള്ള അവരുടെ പേരൻസിനൊക്കെ ഭൂരിഭാഗം ആളുകളും either partially or fully അവരെ ഫിനാൻഷ്യലി ഡിപെൻഡന്റ് ആണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 2 കാര്യമാണ് ഞാൻ കണ്ടിട്ടുള്ള പ്രശ്നം. ഒന്ന്, അവർ പ്രോപ്പർ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ല. അന്നൊന്നും അതിനുള്ള ഒരു അവയർനെസ് ഇല്ല. ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ്. ഈ പ്രായത്തിൽ എടുക്കുന്നത് ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ് ഓൾസോ. സോ ഇന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്. ഫസ്റ്റ് തിങ് യു ഷുഡ് ഡു ഇസ് ഹാവ് എ ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ ഇവർ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ തെറ്റ്, ഇൻഫ്ലേഷനെ കുറിച്ച് ചിന്തിച്ചില്ല, റിട്ടയർമെന്റ് പ്ലാനിങ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിഷയമാണ്. അപ്പം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ബോക്സ് ടു ബി ടിക്ഡ് ഇസ് ഹെൽത്ത് ഇൻഷുറൻസ്. സെക്കൻഡ് ബോക്സ് ടു ബി ടിക്ഡ് ഇസ് life insurance. If you have somebody financially dependent on you, you should do that. Then you move into investments, divide it into 3. First, you have an emergency fund for 6 months of your expenses. Fourth box to be ticked is your short-term goals. You know you need it in within 1 year or 2 years. You can risk illatta fixed income products and you save for your short-term goals. Then you go into your long-term goals, go aggressive, go into equity, do your SIPs. So ഇത് ഈ ഓർഡറിൽ തന്നെ പോണം. അല്ലാതെ എന്താ സംഭവിക്കുക വെച്ചാല്, ഇക്വിറ്റി SIP ഒക്കെ നല്ലതാണ്, വളരെ നല്ലതാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലും ഇല്ലാതെ ഷോർട്ട് ടേമിന് പൈസ കരുതാതെ ഇഫ് യു ഗോ ഇൻ ഫോർ ദാറ്റ്, ടിപ്പിക്കലി പീപ്പിൾ ടേക്ക് ഔട്ട് ലോങ് ടേം മണി ഫോർ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ്. അവിടെ അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനിവെയർ. സോ ഈ ഓർഡറിൽ തന്നെ പോണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഐ തിങ്ക് 3 കാര്യമാണ് ചോദിച്ച, പക്ഷെ ഞാൻ അതിനെ 2 ഡിവൈഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഐ തിങ്ക് ഇഫ് യു ഫോളോ, ഓക്കെ, ഈ ഒരു വിഷയം നമ്മൾ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ generally you're okay, and you should be asset rich and cash rich. രണ്ടും വേണം. ഓക്കെ, പലരെയും ഞാൻ കണ്ടിട്ടുള്ളത് കുറെ അസറ്റ് ഉണ്ട്, ക്യാഷ് ഇല്ല. കുറെ ആളുകളുടെ കയ്യിൽ ഇങ്ങനെ പൈസ വന്നു പോകുന്നുണ്ട്, സേവിങ്സ് ഇല്ല. സോ രണ്ടും ആവശ്യമാണ്. If you have done your financial planning properly, you've done your execution properly, it can be very easily done. അതാണ് അതിൽ ഏറ്റവും ഇത്. ഇറ്റ് ഇസ് നോട്ട് റോക്കറ്റ് സയൻസ്. ഏതൊരാൾക്കും ഏത് ലെവൽ ഓഫ് ഇൻകത്തിലും ഒരു അത്യാവശ്യം പ്ലാൻ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്, എത്തിപ്പിടിക്കാൻ പറ്റുന്നതാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് സോ 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 സിമ്പിൾ. എനിക്ക് ഫൈനാൻസിനെ കുറിച്ച് അറിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്താണ്, ഭയങ്കര അപകടമാണ്. സോ എവ്രി പേഴ്സൺ ഹു ഏൺസ് or every family should do their financial planning. And ഏറ്റവും വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, ലെറ്റ് മീ സേ ദിസ്, കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ഫാമിലി മെമ്പേഴ്സ്. ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു വിഷയം അവിടെയാണ് കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ സംസാരിക്കുന്നില്ല, മക്കൾക്ക് എന്താണ് വീട്ടിൽ നടക്കുന്നതിനെ കുറിച്ച് അറിയുന്നില്ല. ഇതാണ് വലിയൊരു പ്രോബ്ലം. സോ ഫാമിലിക്ക് അകത്ത് ആർക്കും അറിയുന്നില്ല. നമ്മൾ ഒരു സേവിങ് ഉണ്ടായിട്ട് നമ്മൾ പ്രോപ്പർ ഇൻവെസ്റ്റ് ചെയ്ത് ഫാമിലി മുന്നോട്ടാണോ പോകുന്നത്, അല്ല ചെലവ് കൂടിയിട്ട് കടം വാങ്ങി നമ്മൾ പിന്നോട്ടാണോ പോകുന്നത് എന്ന് പോലും പലർക്കും അറിയില്ല. They don't know. How long does it take?
ഒന്ന് ഒരു കണക്കെടുത്ത് ഒരു ഫാമിലിയിൽ ഇരുന്നിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ശരിയാക്കി ഒരു ഗോൾസ് സെറ്റ് ചെയ്ത് ഓരോന്നിനും പൈസ മാറ്റി വെച്ച് anybody can do this. So I hope more and more people realize the importance of financial planning. Yeah. That's a lot of wisdom, ma'am. Thank you so much. Now, can we leave our നമ്മുടെ audience with some book recommendation? എനിക്ക് തോന്നുന്നു എല്ലാവരും അവസാനം ചോദിക്കാറുണ്ട് എന്തെങ്കിലും ബുക്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യാനുണ്ടോ for them to improve on their financial literacy? Okay, എനിക്ക് എന്നെ അധികം സ്വാധീനിച്ച ബുക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫൈനാൻഷ്യൽ ഫീൽഡിൽ കേട്ടോ, ഒന്ന് പഴയ പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള ആ ഒരു ബുക്ക്. അത് ഒരുപാട് എന്താ പറയുക കോൺട്രവേഴ്സ്യൽ ആയിരുന്നു. റോബർട്ട് കിയോസാക്കി അന്ന് പറഞ്ഞ കുറെ കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് എ തോട്ട് പ്രൊവോക്കിംഗ് ബുക്ക്. നമ്മളത് വായിക്കണം, അതിനെ കുറിച്ച് ശരിക്കും അതിന്റെ പല സം ഓഫ് ഇറ്റ് മേ ബി യു മേ നോട്ട് അഗ്രി, സ്റ്റിൽ യു ഷുഡ് റീഡ് ദാറ്റ് ബുക്ക് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഒന്ന് റീസെന്റ് ആയിട്ട് വന്നൊരു ബുക്കാണ് സൈക്കോളജി ഓഫ് മണി, മോർഗൻ ഹൗസലിന്റെ. ഫാബുലസ് ബുക്ക്. അത് ഇറ്റ് ഈസ് ക്ലിയർലി റിട്ടൺ എങ്ങനെയാണ് ആളുകളുടെ സൈക്കോളജിയാണ് ഫൈനലി എന്താ പറയുക ഡിസൈഡ് ചെയ്യുന്നത് വെദർ യു ആർ ഗോയിങ് ടു ബി ഫിനാൻഷ്യലി റിച്ച് ഓർ പുവർ എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് യുവർ സ്മാർട്ട്നെസ് ഓർ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് യുവർ എബിലിറ്റി ഓർ ഹൗ ഗുഡ് എ വർക്കർ യു ആർ. അതൊന്നും അല്ല. അവസാനം ഇറ്റ്സ് ഓൾ യുവർ ഹാബിറ്റ്സ് ആൻഡ് യുവർ സൈക്കോളജി. സോ അതിനോട് കണക്ട് ചെയ്തിട്ട് വേറെ ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും ആറ്റോമിക് ഹാബിറ്റ്സ്. ഓൾദോ ഇറ്റ് ഈസ് നോട്ട് എ ഫൈനാൻസ് ബുക്ക്, മസ്റ്റ് റീഡ് ബുക്ക്. കാരണം ഫൈനലി ഫിനാൻസിന്റെ ഒരു സക്സസും ഫെയിലിയറും പിന്നെ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാബിറ്റ്സ്. ഞാൻ എത്രയോ ക്ലയൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്, ബട്ട് യാതൊരു പിടിപ്പുമില്ല എന്താ വരണേ പോണെന്നത്. ഫൈനലി ദേ എൻഡ് അപ്പ് നോവെയർ. വളരെ ഒരു മിഡിൽ ലെവൽ അല്ലെങ്കിൽ ചെറിയൊരു ഇൻകത്തിൽ നിന്ന് തന്നെ കറക്റ്റ് ഡിസിപ്ലിനോട് കൂടി ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയി വളരെ നല്ല രീതിയിൽ എത്തിയ ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. So it is all about habits. It's all about your, the way you go about your discipline. Vachu parnja athre ullu, discipline. Yeah. Thank you so much, ma'am. It is a pleasure having you on the show. Thank you so much for all your time. Thank you, Lijil. Thank you so much. I'm quite honored to be on this platform. I hope whatever we discussed is useful for the people who listen to this. Thank you very much. Yes. Thank you all for joining today's episode. നമ്മൾ റാപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഉത്തരമായിട്ടുള്ള ഡിസ്കഷനിൽ ചില കീ ടേക്ക് അവേസ് നമുക്കൊന്ന് റീവിസിറ്റ് ചെയ്യാം. ആദ്യത്തേത് SIPs are for everyone. നമ്മുടെ സെഷനിൽ ആദ്യം തന്നെ SIPകളുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണയായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തിയിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIPകൾ എല്ലാ സ്കെയിലുള്ള ഇൻവെസ്റ്റേഴ്സിനുള്ളതാണ്. നിങ്ങൾ ഷോർട്ട് ടേമിനായിട്ട് സേവ് ചെയ്യുന്നവരാണെങ്കിലും ലോങ് ടേമിനായിട്ട് സേവ് ചെയ്യുന്നവരാണെങ്കിലും SIP നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിന് ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് നൽകുന്നുണ്ട്. അടുത്തത് റിയൽ എസ്റ്റേറ്റും ഗോൾഡും ആണ്. ഇന്നത്തെ ടോക്കിൽ നമ്മൾ മലയാളികളുടെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് സ്വഭാവം ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ഡൈനാമിക് മാർക്കറ്റിൽ ലിക്വിഡിറ്റിയും ഉയർന്ന എൻട്രി കോസ്റ്റും കാരണം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ കരുതലോടുകൂടി വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. ഗോൾഡ് ആണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ചെറിയ ഭാഗം മാത്രം ആകണമെന്നും ലിക്വിഡിറ്റിക്കും സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഫിസിക്കൽ ഫോർമാറ്റിനേക്കാൾ ഡിജിറ്റൽ ഫോർമാറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നും നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. പിന്നീട് നമ്മൾ ഏത് ഇൻഷുറൻസ് എടുക്കേണ്ടതെന്ന് ചർച്ച ചെയ്തു. ഓരോ ഇൻഷുറൻസ് പോളിസിയും എന്ത് ചെയ്യുന്നു എന്ന് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക ലൈഫ് ഇൻഷുറൻസ് പോളിസികളും പകുതി ഇൻവെസ്റ്റ്മെന്റിലേക്കും പകുതി ഇൻഷുറൻസിലേക്കായിരിക്കും പ്രീമിയം അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ടേം ഇൻഷുറൻസ് പോളിസികൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വെറും ലൈഫ് കവറിന് വേണ്ടി മാത്രമായിരിക്കും. നിങ്ങളുടെ മണി ഗോൾസിൻ്റെയും എത്ര ഇൻഷുറൻസ് വേണമെന്നുള്ളതിൻ്റെയും ഓരോ പോളിസിയുടെയും ഓഫറുകളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 2 പോളിസികളാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എത്ര ഇൻഷുറൻസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാം എന്നുള്ളതും അത് നിങ്ങളുടെ ലോങ് ടേം മണി പ്ലാൻസുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നുള്ളതും നോക്കണം നിങ്ങൾ. പിന്നീട് നമ്മൾ ചിറ്റ് ഫണ്ടുകളും അവയുടെ സേഫ്റ്റിയും ചർച്ച ചെയ്തു. ചിറ്റുകളെ പ്രധാന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയല്ല, പക്ഷെ ഒരു ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സൊല്യൂഷൻ ആയേ കാണാവുമെന്ന് മാം എടുത്തു പറഞ്ഞായിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ ചിറ്റുകൾ പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിലും അത് വെൽത്ത് ക്രിയേഷന് വേണ്ട വലിയ റിട്ടേൺസ് ഒന്നും തരില്ല. ചിറ്റുകളെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആയി കരുതുന്നു എന്നുണ്ടെങ്കിൽ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം നമ്മൾ ലോൺ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ലോൺ എടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ അക്കാര്യത്തിൽ സ്മാർട്ട് ആയിരിക്കണം എന്ന് ഉത്തര മാം നമ്മളോട് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് എന്തിനാണ് ലോൺ വേണ്ടതെന്നുള്ളതും തിരിച്ചടക്കാൻ കഴിയുമോ എന്നുള്ളതും ഒക്കെ അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ഇൻട്രസ്റ്റ് നിങ്ങൾ അടക്കണം, എപ്പോൾ തിരിച്ചടക്കണം എന്ന ഡീറ്റെയിൽസ് മനസ്സിലാക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ പൈസ കടം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ലോൺ ഫണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഇമ്പോർട്ടൻ്റ് ആവശ്യങ്ങൾക്ക് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉത്തര മാഡമായിട്ടുള്ള ടോക്കിൽ നിന്നുള്ള ഈ അറിവുകൾ സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ലോകത്തേക്ക് ഒരു ചെറിയ ഗ്ലിംസ് മാത്രമാണ്. വി ഹോപ്പ് ദേ ഗൈഡ് യു ഇൻ മേക്കിംഗ് ഇൻഫോംഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ സെഷൻ എൻജോയ് ചെയ്തുവെന്നും ഒരുപാട് ലേൺ ചെയ്തുവെന്നും വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബട്ടൺ സ്വിച്ച് ഓൺ ചെയ്യാനും മറക്കരുത്. മണി ഗൈഡിൻ്റെ അടുത്ത എപ്പിസോഡിൽ
ഞങ്ങൾ മറ്റൊരു എക്സ്പേർട്ടുമായിട്ട് നിങ്ങളെ കാണും. അതുവരേക്കും ഇറ്റ്സ് ബൈ ബൈ ഫ്രം ലിജിൽ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.